ഹലോ നമസ്കാരം. സൈൻ ലേണിംഗ് നൽകുന്ന ജൂലൈ മുതൽ ഡിസംബർ വരെ നമ്മൾ റൺ ചെയ്യുന്ന UGC നെറ്റ് മലയാളം വിഷയത്തിലുള്ള ഫ്രീ ബാച്ചിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമുക്ക് പാഠ്യപ്രസ്ഥാനമാണ് കവർ ചെയ്യാൻ പോകുന്നത്. ചൊവ്വാഴ്ചത്തെയും ബുധനാഴ്ചത്തെയും സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ പാഠ്യപ്രസ്ഥാനത്തിൻ്റെ മുഴുവനായിട്ട് കവർ ചെയ്യാനാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് നമുക്ക് ആദ്യത്തെ ക്ലാസ് നമുക്ക് പാഠ്യപ്രസ്ഥാനം കവർ ചെയ്യാം. ഈ ഒരു ക്ലാസ്സിൽ ഇനി നിങ്ങൾക്ക് പാഠ്യപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരാവുന്ന A to Z കാര്യങ്ങൾ കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എത്ര ടൈം എടുത്താലും കൃത്യമായിട്ട് നിങ്ങളത് കാണാനും അതോടൊപ്പം തന്നെ നോട്ട് എഴുതിയെടുക്കാനും പഠിക്കാനും ശ്രദ്ധിക്കുക. എല്ലാ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി എല്ലാ മേഖലകളും വെച്ചിട്ടാണ് ഈ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും ഈ ക്ലാസ്സിൽ നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പാഠ്യപ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ക്രിസ്തുവർഷം 14-ാം നൂറ്റാണ്ടിൽ നമുക്ക് ലീലാതിലകമാണ് ഈ പറയുന്ന രണ്ട് പ്രമുഖ സാഹിത്യരചനാ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ടും പ്രമുഖ സാഹിത്യരചനാ സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത്? മണിപ്രവാളവും പാട്ടുമാണത്. അപ്പോൾ ഈ മണിപ്രവാളത്തേക്കാൾ വളരെ പ്രാചീനവും സാഹിത്യ സമ്പത്തുള്ളതുമാണ് ഈ പാട്ടുഭാഷാ സാഹിത്യം എന്നുള്ളത്. ഏറ്റവും പ്രാചീനമായിട്ടുള്ള സാഹിത്യശാഖയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇവയുടെ രണ്ടിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? ഇതിഹാസ പുരാണ കഥകൾ രണ്ട് സാഹിത്യ പ്രസ്ഥാനങ്ങളും ഒരുപോലെ പ്രമേയമാക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? നാടൻ പാട്ടുകളിൽ നിന്നാണ്. നമ്മൾ പൊതുവേ നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ ഈ പാട്ടുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഷയ്ക്ക് പൊതുവേ നമ്മൾ പറയുന്നത് പാമരന്മാരുടെ ഭാഷയാണ് ഇത് എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന രണ്ട് സമ്പ്രദായങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയ ലീലാതിലകമാണ്. പാട്ടിന് ലക്ഷണം നിർണ്ണയിച്ചിരിക്കുന്നതും ഏത് ഗ്രന്ഥത്തിലാണ്? ലീലാതിലകത്തിൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് രൂപഘടനയ്ക്ക് അനുയോജ്യമായാണ് ഈ പാട്ടിന് ലീലാതിലകം ലക്ഷണം നിർണ്ണയിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ലീലാതിലകം 1-ാം ശില്പം സൂത്രം 11 പാട്ടിൻ്റെ ലക്ഷണം നിർണ്ണയിച്ചിരിക്കുന്നത്. പിന്നീട് മറ്റൊരു കാര്യം, ഈ പാട്ടിൻ്റെ ലക്ഷണം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പാട്ടിൻ്റെ ലക്ഷണം അറിയാത്ത ഒരു മലയാള വിദ്യാർത്ഥിയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം യദുഗമോന വൃത്തവിശേഷയുക്തം പാട്ട് എന്നുള്ളതാണ് പാട്ടിൻ്റെ ലക്ഷണം. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള ഓരോ ഭാഗങ്ങളും എന്താണ് എന്ന് നോക്കാം. ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ദ്രമിഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവിഡ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? ദ്രമിഡ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന് സംഘാതാക്ഷരങ്ങളാണ്. എന്താണ് സംഘാതാക്ഷരങ്ങൾ? നോക്കൂ, നമുക്കറിയാം തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ കൊണ്ട് രചിച്ചതായിരിക്കണം പാട്ട് എന്നുള്ളതാണ് അതിൻ്റെ രീതി. എത്ര സ്വരങ്ങളാണ്? 12 സ്വരങ്ങളും എത്ര വ്യഞ്ജനങ്ങളാണ്? 18 വ്യഞ്ജനങ്ങളും ചേർന്ന അക്ഷര സങ്കേതമാണ് ഈ പറയുന്ന സംഘാത പാഠം എന്ന് പറയുന്നത്. തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ കൊണ്ട് രചിച്ചതായിരിക്കണം. ഇവിടെ നമ്മൾ ഈ പറയുന്ന തമിഴ് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന തമിഴെന്ന അർത്ഥത്തിൽ നിങ്ങൾ എടുക്കേണ്ടതില്ല. അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മലയാളവും തമിഴും ആ പ്രദേശത്ത് അടങ്ങിയിരുന്ന ഒരു നാട്ടിലെ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന പറയുന്നൊരു പേരാണ് ഈ തമിഴ് എന്നുള്ളത് കൊണ്ട് ആ അർത്ഥത്തിൽ നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും. മറ്റൊന്ന്, ഇനി ഇതിലെന്താണ് ആ ലക്ഷണത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയാണ് യോജിച്ച് വരേണ്ടത്? യദുക എന്ന് പറഞ്ഞാൽ എന്താണ്? യദുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ദ്വിതീയാക്ഷരപ്രാസമാണ്. ഇത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. യദുക അല്ലെങ്കിൽ മോന എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? യദുക എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിൽ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ്റെ മേഖലയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. യദുക എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിലെ ദ്വിതീയാക്ഷരപ്രാസമാണ്. എന്നാൽ മോന എന്നുള്ളതോ ഓരോ പാദത്തിലെയും പൂർവോത്തര ഭാഗങ്ങളിലെ ആദ്യാക്ഷരങ്ങൾ യോജിച്ച് വരുന്നതാണ് മോന എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ വൃത്തത്തിൻ്റെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അടുത്തത് നോക്കൂ, വൃത്തവിശേഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സംസ്കൃത വൃത്തത്തിൽ നിന്ന് ഭിന്നമായ വൃത്തത്തിലെ എന്ത് രചിക്കാവൂ? കാവ്യം രചിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൃത്തവിശേഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ദ്രാവിഡ വൃത്തങ്ങളിൽ മാത്രമാണ് കാവ്യം രചിക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
ഓക്കെ. മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഗാനാത്മകമായിട്ടുള്ള സ്വഭാവമുള്ളതായിരിക്കണം ഈ പാട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ലക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇത് മറന്നു പോകരുത്. ഈ മേഖലയിൽ നിന്ന് ഇത് ക്ലിയറാണ്. ഇനി വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഓരോ കാര്യങ്ങളും ടോപ്പിക്കും കവർ ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട പോയിന്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾ അറിയിക്കുക. പാട്ട് പ്രസ്ഥാനത്തിലെ മുഖ്യ കൃതികൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. രാമചരിതമാണ്, മറ്റത് കണ്ണക്ഷ കൃതികളുണ്ട്, രാമകഥാപാട്ടുണ്ട്, ഭാരതം പാട്ടുണ്ട്, പയ്യന്നൂർ പാട്ടുണ്ട്, തിരുനഴൽമാല തുടങ്ങിയിട്ടുള്ള കൃതികളാണ് ഇതിലുള്ളത് പാട്ടു പ്രസ്ഥാനത്തിലെ പ്രധാന കൃതികളെന്ന് പറയുന്നത്. ഇനി പാട്ടുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാട്ടുസാഹിത്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേരുടെ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് അത് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. തമിഴ് മിശ്ര സാഹിത്യമാണ് പാട്ടുഭാഷാ സാഹിത്യം എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? KM ജോർജിൻ്റേതാണ്. തമിഴ് മിശ്ര സാഹിത്യമാണ് പാട്ടുഭാഷാ സാഹിത്യം എന്നുള്ള അഭിപ്രായം KM ജോർജിൻ്റേതാണ്. മറ്റൊരു അഭിപ്രായം കേരളത്തിലെ ജനജീവിതം പോലെ സ്വത്വത്തിൽ ഊന്നി നിന്നും എന്നാൽ മറ്റുള്ളവയിൽ നിന്ന് ആകാവുന്നത്ര സ്വീകരിച്ചും രൂപം കൊണ്ട ഒന്നാണ് പാട്ടുപ്രസ്ഥാനം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ്? S രാജശേഖരനാണ്. ഓക്കെ, S രാജശേഖരനാണ് കേരളത്തിലെ ജനജീവിതം പോലെ സ്വത്വത്തിൽ ഊന്നി നിന്നും എന്നാൽ മറ്റുള്ളവയിൽ നിന്ന് ആകാവുന്നത്ര സ്വീകരിച്ചു രൂപം കൊണ്ട ഒന്നാണ് പാട്ടുപ്രസ്ഥാനം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? S രാജശേഖരനാണ്. ഇനി നോക്കൂ, പാട്ടിന് ഉദാഹരണമായിട്ട് ലീലാതിലകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണ്? ശ്രീ പത്മനാഭസ്തുതിയാണ്. ഏതാണ് ശ്രീ പത്മനാഭസ്തുതി എന്നുള്ളത് നോക്കൂ. ഞാനിവിടെ ഈ ലൈൻ എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ട് നിങ്ങളത് നോട്ട് ചെയ്ത് പോവുക. തരതന്താനളന്ത പിളന്ത പൊന്നൻ എന്നുള്ള വരിയാണ് പാട്ടിന് ഉദാഹരണമായിട്ട് എന്തിൽ കൊടുത്തിട്ടുള്ളത്? ലീലാതിലകത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കൂ. പാട്ട് എന്ന തനത് കാവ്യരൂപത്തിന് അടിസ്ഥാനപരമായ നിയമങ്ങളും ലക്ഷണങ്ങളും നിർവചിച്ചിട്ടുള്ള ആധികാരിക ഗ്രന്ഥം ഏതാണ്? ലീലാതിലകമാണ്. നമുക്കറിയാം, ലീലാതിലകമാണ്. ഇനി അടുത്തത്, ലീലാതിലകം എന്ന മഹത്തായ ഗ്രന്ഥം പാട്ട് എന്ന കാവ്യരൂപത്തെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണ്? നമുക്കറിയാം, ദ്രമിഡ സംഘാതാക്ഷര നിബന്ധ യതുകമോന വൃത്ത വിശേഷയുക്തം പാട്ട് എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ദ്രമിഡ സംഘാതാക്ഷരം എന്ന പ്രയോഗം കൊണ്ട് ലീലാതിലകം എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് അർത്ഥമാക്കുന്നത്? തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരിക്കണം കാവ്യം രചിക്കേണ്ടത് എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി പാട്ടുകൃതികളിൽ കാണുന്ന യതുക എന്ന പ്രാസഭേദം എന്താണ് എന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. യതുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വിതീയാക്ഷരപ്രാസമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. യതുക എന്ന് പറയുന്നത് ദ്വിതീയാക്ഷരപ്രാസമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. മോന എന്ന കാവ്യപരമായ സവിശേഷതയെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് എന്താണ് മോന എന്ന് പറഞ്ഞാൽ? ഒരു പാദത്തിൻ്റെ അന്ത്യ അക്ഷരം കൊണ്ട് അടുത്ത പാദം ആരംഭിക്കുന്ന രീതിയാണ് എന്ത്? മോന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. വൃത്തവിശേഷം എന്നതുകൊണ്ട് പാട്ടുപ്രസ്ഥാനത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സംസ്കൃത വൃത്തങ്ങളിൽ നിന്ന് ഭിന്നമായി ദ്രാവിഡ വൃത്തങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലേ എന്നർത്ഥം നമ്മൾ കവർ ചെയ്ത് പോയ ഭാഗത്തുള്ളതാണല്ലോ. ഇനി മറ്റൊന്ന്, പാട്ടിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉൾക്കൊണ്ട് രചിക്കപ്പെട്ടതായി കരുതപ്പെടുന്ന ആദ്യത്തെ മലയാള കാവ്യം ഏതാണ്? എക്സ്പെക്റ്റഡ് ചോദ്യമാണ്. അതെന്താണ് ഉത്തരം? രാമചരിതമാണ്. ഓക്കെ, രാമചരിതമാണ് പാട്ടിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കൃത്യമായി പാലിച്ച് രചിക്കപ്പെട്ട ആദ്യ മലയാള കാവ്യം എന്ന് പറയുന്നത് ഏതാണ്? രാമചരിതമാണ്. ഇനി അടുത്തത് നോക്കൂ. മോനയുടെ ലക്ഷണം നിർവചിച്ചിരിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ് മോനയുടെ ലക്ഷണം നിർവചിച്ചിരിക്കുന്നത്? യാപ്പരുങ്കലത്തിലാണ്. യാപ്പരുങ്കലത്തിലാണ് മോനയുടെ ലക്ഷണം നിർണയിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. മോനയുടെ ലക്ഷണം എന്താണ്? മുതലെഴുത്തൊன்றി മുടിവതു മോനൈ എന്നുള്ളതാണ് മോനയുടെ ലക്ഷണം. അതെവിടെയാണ് നിർവചിച്ചിട്ടുള്ളത്? യാപ്പരുങ്കലത്തിലാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. പദാദ്യക്ഷരേണ പാദദ്വിതീയ ഭാഗാദ്യക്ഷര സാമ്യം മോനഃ എന്ന മോനയുടെ ലക്ഷണം നിർവചിച്ചിരിക്കുന്നത് ഏത് കൃതിയിലാണ് എന്നുള്ളതാണ്.
അപ്പോൾ ഏത് കൃതിയിലാണ്? ലീലാതിലകത്തിൽ എങ്ങനെയാണ് മോനെ എഴുക്കിയ ലക്ഷണം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വരിയിലുള്ള മറ്റൊരു ചോദ്യം. ഏതാണ്? ലീലാതിലകത്തിലാണ് ഇത്തരത്തിൽ മോനെ നിർവചിച്ചിട്ടുള്ളത്. യാപ്പരുങ്കലത്തിൽ എങ്ങനെയാണ് ലക്ഷണം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. ഇനി അടുത്തത് നോക്കൂ. യതുകയുടെ ലക്ഷണം ആണ്. എവിടെയുള്ള ലക്ഷണമാണ്? ലീലാതിലകത്തിലുള്ളതല്ല, യാപ്പരുങ്കലത്തിലുള്ളതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് രാമചരിതമാണ്. രാമചരിതത്തിൽ നമുക്കറിയാം, കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ പാട്ടുകൃതിയാണ് ഏത്? രാമചരിതം എന്ന് പറയുന്നത്. മലയാള നിഘണ്ടുവിൻ്റെ മുഖവരിയിൽ ഹെർമൻ ഗുണ്ടർട്ടാണ് രാമചരിതം ആദ്യമായിട്ട് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. കൃതി ഓർത്തിരിക്കുക, മലയാള നിഘണ്ടുവിൻ്റെ മുഖവരിയിലാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് രാമചരിതം ആദ്യമായിട്ട് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. രാമചരിതം ആദ്യമായിട്ട് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇനി പാട്ടുഭാഷാ സാഹിത്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉൾക്കൊള്ളുന്ന കൃതിയാണ് ഇത് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. മറ്റൊരു കാര്യം, പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പുള്ള ഭാഷയുടെ പ്രാക്തന രൂപമാണ് രാമചരിതം എന്നുള്ള അഭിപ്രായം കൂടി ഹെർമൻ ഗുണ്ടർട്ടിനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇത്തരത്തിൽ പല ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ റിപ്പീറ്റഡായിട്ട് UGC ചോദിക്കാറുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആരാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. മറ്റൊന്ന്, കൊല്ലവർഷം. ഇത് ഈ രാമചരിതത്തിൻ്റെ കാലവുമായി ബന്ധപ്പെട്ടിട്ട്, രാമചരിതത്തിൻ്റെ കവി ആരാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള നിരവധി സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലുള്ള കൃത്യമായിട്ട് നിങ്ങളത് പഠിച്ചു വയ്ക്കുക. അതും റിപ്പീറ്റഡ് മേഖലയാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന റിപ്പീറ്റഡ് മേഖലയാണ്. അപ്പോൾ കൊല്ലവർഷം 13-ാം ശതകമാണ് രചനാകാലം എന്ന് ആരാണ് പറയുന്നത്? AR ആണ് പറയുന്നത്. കൊല്ലവർഷം 13-ാം ശതകമാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് AR ആണ്. ഇനി നോക്കൂ, 12-ാം ശതകമാണ് എന്നുള്ളത് ആരാണ് അഭിപ്രായപ്പെടുന്നത്? ഉള്ളൂരാണ് 12-ാം ശതകമാണ് എന്നുള്ളത് അഭിപ്രായപ്പെടുന്നത്. ഇനി KM ജോർജ് എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്ന് നോക്കൂ. 12ഓ 13ഓ ആകാനാണ് സാധ്യത എന്നുള്ളത് ആരുടേതാണ് അഭിപ്രായം? KM ജോർജിൻ്റേതാണ്. ഇനി മറ്റൊന്ന് N കൃഷ്ണപിള്ളയുടെ അഭിപ്രായമാണ്. കൈരളിയുടെ കഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ്? 12-ാം ശതകത്തിനും 15-ാം ശതകത്തിനും മധ്യേ അല്ലെങ്കിൽ ഇടയിലാണ് രചനാകാലം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നോക്കൂ, ശ്രീരാമ കവിയാണ് രാമചരിതത്തിൻ്റെ കർത്താവ് എന്നുള്ളതാണ് നമ്മൾ പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ശ്രീരാമൻ്റെ തൽഭവമാണ് ഈ പറയുന്നത് ശ്രീരാമൻ എന്നുള്ളത്. എന്തിൻ്റെ തൽഭവമാണ്? ശ്രീരാമൻ്റെ തൽഭവമാണ് ശ്രീരാമൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഉള്ളൂരിൻ്റെ ഒരു അഭിപ്രായമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. 1195 മുതൽ 1208 കാലയളവിൽ വേണാട് ഭരിച്ചിരുന്ന ശ്രീ വീരരാമവർമ്മയാണ് ശ്രീരാമൻ എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? ഉള്ളൂരിൻ്റേതാണ്, മറക്കാതിരിക്കുക. മറ്റൊരു കാര്യം, ശ്രീ പത്മനാഭനെ പോകിപ്പോക ചയനൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന കാവ്യം ഏതാണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഇതിന്ന് പ്രതീക്ഷിക്കാം. അതേതാണ്? ഈ പറയുന്ന രാമചരിതമാണ്. എന്താണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ശ്രീ പത്മനാഭനെ? പോകിപ്പോക ചയനൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി മറ്റൊരു അഭിപ്രായം നിങ്ങൾ പഠിക്കേണ്ടത്, ഉത്തര കേരളത്തിലെ മണിയാണി നായന്മാരുടെ പൂർവികരാണ് രാമചരിതം എഴുതിയതെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതാരുടേതാണ്? പ്രൊഫസർ PV കൃഷ്ണൻ നായരുടേതാണ്. എന്താണ്? ഉത്തര കേരളത്തിലെ മണിയാണി നായന്മാരുടെ പൂർവികരാണ് രാമചരിതം എഴുതിയതെന്നുള്ള അഭിപ്രായം ആരുടേതാണ്? പ്രൊഫസർ PV കൃഷ്ണൻ നായരുടേതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി 1814 ശീലുകൾ, അതായത് പാട്ടുകളും 164 പടലങ്ങളുമാണ് എന്തിലുള്ളത്? ഈ പറയുന്ന രാമചരിതത്തിലുള്ളത്. 164 പടലങ്ങളിൽ ഓരോ പടലത്തിലും എത്ര പാട്ടുകൾ വീതമാണുള്ളത്? 11 പാട്ടുകൾ വീതമാണുള്ളത്. ഇനി രാമചരിതത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം ഏതാണ് എന്ന് നോക്കുമ്പോൾ രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് രാമചരിതത്തിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്താണ്? വീരരസപ്രധാനമാണ്, യുദ്ധകാന്ഡമാണ്, വീരരസപ്രധാനമാണ് രാമചരിതത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വാത്മീകിയെ അനുകരിച്ചാണ്
കാവ്യരചന നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി പറയാൻ പോകുന്നത് ഒന്ന് നോട്ട് ചെയ്യേണ്ട മേഖലയാണ്. റിപ്പീറ്റഡ് ആയിട്ട് കണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. അതായത് ശൂദ്രർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചെറിയവർക്ക് വേണ്ടിയാണ് രാമചരിതം എഴുതിയിരിക്കുന്നത് എന്നതിനുള്ളൊരു തെളിവ്. ഈ വരി ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇകലിൽ വെൻറി വിളയും എന്നുള്ളതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇകൽ എന്താണ്? ഇകൽ എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി കുറച്ച് അഭിപ്രായങ്ങൾ നോക്കൂ. ആന്തരിക സത്ത മുഴുവൻ അവതരിപ്പിക്കാതെ യുദ്ധകാന്ഡം മാത്രം അവതരിപ്പിക്കുന്ന ആരാണ്? രാജപക്ഷക്കാരനാണ് ശ്രീരാമൻ എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? എരുമേലിയുടേതാണ്. ഒരു വട്ടം കൂടെ ഞാൻ ആവർത്തിക്കാം. ആന്തരിക സത്ത മുഴുവൻ അവതരിപ്പിക്കാതെ യുദ്ധകാന്ഡം മാത്രം അവതരിപ്പിച്ച രാജപക്ഷക്കാരനാണ് ആര്? ശ്രീരാമൻ എന്ന് അഭിപ്രായപ്പെട്ടത് എരുമേലിയാണ്. മറ്റൊന്ന് നോക്കൂ. ചെന്തമിഴും മലയാളവും ചേർന്ന മിശ്ര ഭാഷയാണ് രാമചരിതം. ആരുടെ അഭിപ്രായമാണ്? ആറ്റൂരിൻ്റെ അഭിപ്രായമാണ്. ചെന്തമിഴും മലയാളവും ചേർന്ന മിശ്ര ഭാഷയാണ് രാമചരിതത്തിൻ്റെ ഭാഷ എന്നുള്ളത് ആറ്റൂരിൻ്റെ അഭിപ്രായമാണ്. ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലവുമായി ബന്ധപ്പെട്ട്, കവിയുമായി ബന്ധപ്പെട്ട്, ഭാഷയുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങൾ രാമചരിതത്തിൽ പഠിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ പട്ടികപ്പെടുത്തി തന്നെ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് കൂടുതലായിട്ട് ചോദ്യം വരാൻ സാധ്യതയുള്ള മേഖല കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. മറ്റൊരു കാര്യം നോക്കൂ. കരിന്തമിഴ് കാലം ഏതാണ്? 9 മുതൽ 13 വരെയുള്ള ശതകങ്ങളാണ്. അതാണ് ഈ പറയുന്ന കരിന്തമിഴ് കാലത്തുള്ള ഭാഷയാണ് എന്ത് രാമചരിതത്തിലുള്ളത് എന്നുള്ളത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? AR ആണ്, കേരളപാണിനിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൂരിൻ്റെ അഭിപ്രായം നോക്കൂ. മലയാള പാട്ടിന് ഉപയോഗിച്ച സാഹിത്യ ഭാഷയിലാണ് ഈ പറയുന്ന രാമചരിതം എഴുതിയിട്ടുള്ളത് എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? ഉള്ളൂരിൻ്റേതാണ്. ഇനി മറ്റൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് VV കൃഷ്ണൻ നായരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? കമ്പരാമായണം, ചിന്താമണി തുടങ്ങിയ വിരുത്തങ്ങളിൽ നിബന്ധിച്ചിട്ടുള്ള പാട്ടുകൃതിയാണ് ഇത് എന്നുള്ളത് VV കൃഷ്ണൻ നായരുടെ അഭിപ്രായമാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഇനി മറ്റൊരു ഇത് കുറച്ചും കൂടെ ഒരു തെളിവുകളായിട്ട് പലരും എടുത്തു കാണിക്കുന്നൊരു കാര്യം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാടോടി തമിഴ് പാട്ടുകൾ എപ്പോഴും ഏതിലാണ് രചിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്? കുടപ്പനയോലയിലാണ് എഴുതിയിരുന്നത്. എന്നാൽ നമ്മുടെ രാമചരിതം ഏതിലാണ് എഴുതിയിരിക്കുന്നത്? താളിയോലയിലാണ് എഴുതിയിരിക്കുന്നത്. രാമചരിതം എവിടെയാണ് എഴുതിയിരിക്കുന്നത്? താളിയോലയിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് പലരും ഒരു തെളിവായിട്ട് എടുത്തു കാണിക്കാറുണ്ട്. അതായത് ഈ പറയുന്ന രാജപക്ഷക്കാരനാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹയറായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു എന്നതിന് തെളിവായിട്ട് പലരും ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. ഇനി രാമചരിതത്തിൻ്റെ രചനയിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ്? നടുവട്ടം ഗോപാലകൃഷ്ണനാണ്. രാമചരിതത്തിൻ്റെ രചനയിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നടുവട്ടം ഗോപാലകൃഷ്ണനാണ്. ഏതിലാണ് കൃതി നോക്കൂ? ഭാഷാ പരിമളത്തിലാണ് അദ്ദേഹം അത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇനി മറ്റൊന്ന് ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റേതാണ്. അത് നോക്കൂ. സീതാ അപഹരണം ചിത്രീകരിക്കുന്നതിന് ശ്രീരാമൻ ഉപയോഗിച്ചിരിക്കുന്നത് ആശ്ചര്യ ചൂടാമണിയെയാണ്. അതായത് ആശ്ചര്യ ചൂടാമണിയെ ഉപജീവിച്ച് എഴുതിയിട്ടുള്ളതാണ് ഈ പറയുന്ന സീതാപഹരണത്തിൻ്റെ മേഖല എന്നുള്ളത് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ്? ഡോക്ടർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം ചാക്യാന്മാർ എന്താണ് ഈ പറയുന്ന ആശ്ചര്യ ചൂടാമണി എന്നുള്ളത് നമുക്കറിയാം. ചാക്യാന്മാർ കൂത്തിനും കൂടിയാട്ടത്തിനും രാമായണത്തെ ഉപജീവിച്ചെഴുതിയതാണ് എന്ത്? ആശ്ചര്യ ചൂടാമണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സീതാപഹരണം ഈ പറയുന്ന ആശ്ചര്യ ചൂടാമണിയെ ഉപജീവിച്ചെഴുതിയതാണ് എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റേതാണ് എന്നുള്ളത് ഓർത്തിരിക്കാൻ മറക്കാതെ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ സംസ്കൃത പദങ്ങൾ തത്സമങ്ങളായി തന്നെ രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാമചരിതം ഒരു തമിഴ് കാവ്യമാണ് എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട പണ്ഡിതൻ്റെ പേരെന്താണ്? TA ഗോപിനാഥ റാവു ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. രാമചരിതം തമിഴ് കാവ്യമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതൻ TA ഗോപിനാഥ റാവു ആണ്.
മറ്റൊന്ന്, തമിഴും മലയാളവും കലർന്ന തെക്കൻ തിരുവിതാംകൂറിലെ ഭാഷയാണ് രാമചരിതത്തിലേത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതാരുടേതൊക്കെയാണ്? ആറ്റൂരിൻ്റെതും ചേലനാട് അച്യുതമേനോൻ്റെതും കൂടിയാണ്. മറ്റൊരു കാര്യം, തമിഴ്, അപ്പം ഞാൻ മുന്നേ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, അക്ഷരമാലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമാണ്. തമിഴിന് കേരള ഭാഷ എന്ന വ്യാപകമായ ഒരു അർത്ഥമുണ്ടെന്ന് ആരാണ് അഭിപ്രായപ്പെടുന്നത്? ഇളംകുളം അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് ഇന്ന് കാണുന്ന തമിഴ് എന്നുള്ള അർത്ഥത്തിലല്ല അന്ന് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രാമചരിതത്തിൻ്റെ ഭാഷയിൽ കുറച്ച് സ്വഭാവങ്ങളാണ് പറയാനുള്ളത്. രാമചരിത ഭാഷയുടെ ഏറ്റവും ഒരു സ്വഭാവമായിട്ട് പറയുന്നത് വിരവിയൽ സ്വഭാവമാണ്. മറ്റൊന്ന്, സംസ്കൃത പദങ്ങൾ സ്വീകരിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? വടചൊല്ലെന്നാണ് പറയുക. എന്നാൽ അന്യഭാഷാ പദങ്ങൾ സ്വീകരിക്കുന്നതിന് തീച്ചൊല്ല് എന്നാണ് പറയുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡീഷണലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റാണ്. അതായത് ഈ പറയുന്ന രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾക്കനുസരിച്ചിട്ട് ഉള്ള പ്രത്യേകതകളാണ്, അതായത് അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രാമചരിത ഭാഷയ്ക്ക് വിരവിയൽ സ്വഭാവമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വടചൊല്ലും തീച്ചൊല്ലും അതിൻ്റേതായിട്ടുള്ള സാധ്യതകൾ ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതായത് ഈ പറയുന്ന സംസ്കൃത പദങ്ങൾ സ്വീകരിച്ചിട്ടില്ല, അതേപോലെ തന്നെ തീച്ചൊല്ലിൻ്റെ സാധ്യതയും ഇല്ല. പക്ഷേ അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇനി നോക്കൂ, തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടും മാധുര്യം കൊണ്ടും പ്രൗഢതയാർജിച്ച മലയാള ഭാഷയിൽ രാമചരിതം വിരചിച്ചു എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? ഡോക്ടർ PK നാരായണപിള്ളയുടേതാണ്. മറ്റൊന്ന്, ലീലാതിലകകാരൻ്റെ പാട്ടിൻ്റെ ലക്ഷണം ദ്രമിഡ സംഘാതാക്ഷര നിബന്ധ ഭാഷ സംസ്കൃത യോഗം പാട്ട്. അത് വൃത്തിക്ക് ശ്രദ്ധിക്കുക. എന്താണ് ലീലാതിലകകാരൻ്റെ പാട്ടിൻ്റെ ലക്ഷണം? എന്താണ്? ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം ഭാഷാ സംസ്കൃത യോഗം പാട്ട് എന്ന ഭാഷയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? തിരുനെല്ലൂർ കരുണാകരനാണ്. ലീലാതിലകകാരൻ്റെ പാട്ടിൻ്റെ ലക്ഷണം അതെങ്ങനെയാണ് നമുക്കറിയാം. അതിനെ മാറ്റി ദ്രമിഡ സംഘാതാക്ഷര നിബന്ധ ഭാഷാ സംസ്കൃത യോഗം പാട്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ്? തിരുനെല്ലൂർ കരുണാകരനാണ്. ഇനി നോക്കൂ, തനി മലയാളത്തിൻ്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ഒരു ക്ലാസിക് മഹാകാവ്യമാണ് രാമചരിതം എന്ന് അതിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ KN എഴുത്തച്ഛനാണ്. മറ്റൊന്ന്, പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ ആദ്യ 30 പടലങ്ങൾ ആരാണ് രാമചരിതം പ്രസിദ്ധീകരിക്കുന്നത്? ഉള്ളൂരാണ്. എന്ത് പേരിലാണ്? പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിലാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ ആദ്യ 30 പടലങ്ങൾ ഉള്ളൂർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആദ്യ 82 പടലങ്ങൾ മദ്രാസ് സർവകലാശാലയിൽ 1925 പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ശ്രീചിത്രോദയ മഞ്ജരി ഭാഷാ ഗ്രന്ഥാവലിയിലെ 4ാം നമ്പറായിട്ടാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നീട് മറ്റൊരു പോയിന്റ് പറയാനുള്ളത് 1932 ആദ്യമായിട്ട് ഈ പറയുന്ന രാമചരിതം 1932 ആദ്യമായി പൂർണ്ണ രൂപത്തിൽ രാമചരിതം പ്രസിദ്ധീകരിച്ച് വരുന്നത്. ഏതാണ് വർഷം? 1932 എന്നുള്ളത് ഓർമ്മിക്കുക. മറ്റൊരു കാര്യം, ഹെർമൻ ഗുണ്ടർട്ട് ഈ പറയുന്ന രാമചരിതത്തെ എന്താണ് വിശേഷിപ്പിച്ചത് എന്നുള്ളതുമാണ്. ഇതും റിപ്പീറ്റഡ് കണ്ടിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. കളഞ്ഞു കിട്ടിയ നിധി എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി മറ്റൊന്ന്, കൽപ്പിച്ചുണ്ടാക്കിയ കാവ്യം എന്നാണ് ആദ്യമായിട്ട് ഈ പറയുന്ന കോവുണ്ണി നെടുങ്ങാടി ഈ രാമചരിതത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സംസ്കൃത അക്ഷരമാലയ്ക്ക് മുൻപുള്ള ഭാഷയുടെ പ്രാക്തന രൂപമാണ് ഇതിൽ കാണുന്നത് എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? ആറ്റൂരിൻ്റേതാണ്. അതോടൊപ്പം തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. രാമചരിതകാരനെ മലയാളത്തിലെ ചോസർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം. ഉള്ളൂരാണ് രാമചരിതകാരനെ മലയാളത്തിലെ ചോസർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി രാമചരിതം ആൻഡ് ഏർലി മലയാളം അഥവാ രാമചരിതവും പ്രാചീന മലയാള പഠനവും എന്ന ഗ്രന്ഥത്തിൽ KM ജോർജ് രാമചരിതം കൃത്രിമ മിശ്ര ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് 2-3 ചോദ്യങ്ങൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. KM ജോർജ് എന്താണ് രാമചരിതത്തിലെ ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അതോടൊപ്പം തന്നെ രാമചരിതം ആൻഡ് ഏർലി മലയാളം എന്നുള്ള ഗവേഷണം ആരുടേതാണ്? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ഈ മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, രാമചരിതം ഒരു തമിഴ് കാവ്യമാണ് എന്ന് നമ്മൾ ഗോപിനാഥ റാവുവിൻ്റെ കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ KG ശേഷയ്യരും ആ അഭിപ്രായം
പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, KG ശേഷയ്യരും ആ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യ ഉന്നത തരംഗം എന്ന് രാമചരിതത്തിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ലീലാവതിയാണ്. മറ്റൊന്ന് ലീലാവതി ടീച്ചറുടെ തന്നെ മറ്റൊരു അഭിപ്രായമാണ്, വീരരസത്തിൻ്റെ വയലിൽ ഭക്തി വിളയിക്കുകയായിരുന്നു രാമചരിതകാരൻ എന്നുള്ളൊരു അഭിപ്രായം കൂടി ലീലാവതി ടീച്ചറുടേതായിട്ട് ഉണ്ട്. വേറൊരു അഭിപ്രായം PV കൃഷ്ണൻ നായരുടേതാണ്. കൈരളി പദ്യസാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രം എന്നുള്ളതാണ് അദ്ദേഹം രാമചരിതത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏതാണ് കൃതി എന്ന് നോക്കൂ, രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറയുന്നത്. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? കൈരളി പദ്യസാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രം എന്നാണ് അദ്ദേഹം രാമചരിതത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, ശിവരാമനാണ് ചീരാമനായതെന്ന് R നാരായണ പണിക്കർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആരാണ്? ശിവരാമനാണ് ചീരാമനായതെന്ന് R നാരായണ പണിക്കർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ P ഗോവിന്ദപിള്ളയുടെ ഒരു അഭിപ്രായം ഏതാണ്? രാമചരിതം മലയാളത്തിൻ്റെ പൂർവ്വകൃതിക്ക് ലക്ഷ്യമാകുന്നു എന്നുള്ളതാണ്. രാമചരിതം മലയാളത്തിൻ്റെ പൂർവ്വകൃതിക്ക് ഒരു ലക്ഷ്യമാകുന്നു എന്നുള്ള അഭിപ്രായം P ഗോവിന്ദപിള്ളയുടേതാണ്. ഇനി രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്നുള്ളൊരു കൃതി രചിച്ചിട്ടുണ്ട്. ആരാണ്? MM പുരുഷോത്തമൻ നായരാണ് ആ ഒരു കൃതി രചിച്ചിട്ടുള്ളത് എന്നറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും എന്നുള്ള കൃതി ആരുടേതാണ്? നടുവട്ടം ഗോപാലകൃഷ്ണൻ്റേതാണ്. അതോടൊപ്പം തന്നെ മലയാള രാമചരിതം എന്ന കൃതി ആരുടേതാണ്? R വേലുപ്പിള്ളി ശാസ്ത്രിയുടേതാണ് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നോക്കൂ, രാമചരിതം ഭാഷയുടെ അപ്രഭ്രംശാവസ്ഥയെ കാണിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിച്ചതാരാണ്? ഇളംകുളമാണ്. രാമചരിതം ഭാഷയുടെ അപ്രഭ്രംശാവസ്ഥയെ കാണിക്കുന്നു എന്ന് അഭിപ്രായം പറഞ്ഞത് ഇളംകുളമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊന്ന് ലീലാവതി ടീച്ചർ തന്നെ മറ്റൊരു അഭിപ്രായമാണ്, ഇഷ്ടപാനീയത്തിൽ ഔഷധങ്ങൾ ചേർക്കുന്ന ബിഷഗ്വരൻ്റെ തന്ത്രമാണ് രാമചരിതകാരനിൽ കാണുന്നത് എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? ലീലാവതി ടീച്ചറുടേത് തന്നെയാണ്. ഇനി കുറച്ചു വരികൾ നോക്കാം. നോക്കൂ, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറയുന്ന എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ വരികൾക്ക് സമാനമായിട്ട് നമ്മുടെ രാമചരിതത്തിൽ കൊടുത്തിട്ടുള്ള വരി ഏതാണ്? പരവയിൽ തിരകൾ നേരിടനുടൻ തേനുലാവിന പദങ്ങൾ വന്നു തിങ്കി നിയതം എന്നുള്ള വരിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതായത് ഇങ്ങനൊരു ചോദ്യം വന്നാൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ വാരിധി തന്നിൽ എന്ന് പറഞ്ഞ വരികൾക്ക് സമാനമായി രാമചരിതത്തിലുള്ള വരി ഏതാണ് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്ത് നിങ്ങൾ എഴുതണം? പരവയിൽ തിരകൾ നേരിടനുടൻ തേനുലാവിന പദങ്ങൾ വന്നു തിങ്കി നിയതം എന്നുള്ള വരിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നോക്കൂ, 164 ഭാഗങ്ങളുള്ളതിൽ ഓരോന്നും 11 പാട്ടുകളുള്ള മുറം തെറ്റിച്ച്, അതിലൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുള്ള കാര്യമാണ് പറയുന്നത്. മുറം തെറ്റിച്ച് 12 വീതം പാട്ടുകളുള്ള 14ഉം 10 വീതമുള്ള 4 വിഭാഗങ്ങൾ രാമചരിതത്തിൽ കാണാം എന്നുള്ളത് അതിന്നൊരു എന്താ പറയുക, ഒരു രീതി തെറ്റിച്ച് കണ്ട ഒരു രീതിയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ രാമചരിതം നമ്മൾ പഠിച്ചിരിക്കണം, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളവർ മാത്രം ഇത് നോക്കി പോവുക. ഓക്കെ, അപ്പോൾ ഓരോ ഭാഗത്തിലും 11 പാട്ടുകൾ ഉൾപ്പെടുത്തുന്നത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമ്പ്രദായം, അതായത് ഓരോ വിഭാഗത്തിലും 11 പാട്ടുകൾ ഉൾപ്പെടുത്തുന്നത് ചില നായന്മാരുടേതും അതേപോലെ തന്നെ ആഴ്വാർമാരുടെയും കൃതികളിലെ ഒരു സമ്പ്രദായമാണ് എന്നുള്ളത് N കൃഷ്ണപിള്ള കൈരളിയുടെ കഥയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രാചീനത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം കണ്ടിട്ടുള്ളതും കൂടെ N കൃഷ്ണപിള്ളയുടെ കൈരളിയുടെ കഥയിൽ നിന്ന് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം നിരീക്ഷണങ്ങളൊക്കെ വെച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന കൈരളിയുടെ കഥ ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന് കേക, മണികാഞ്ചി, ദ്രുതകാകളി, ഇന്ദുവദന, കുസുമമഞ്ജരി, മല്ലിക, മദനാർത്ത എന്നീ സംസ്കൃത വൃത്തങ്ങളുടെ എന്ത് രൂപങ്ങൾ? പ്രാഗ് രൂപങ്ങൾ രാമചരിതത്തിൽ കണ്ടെത്താം എന്നുള്ളത് ആരുടെ അഭിപ്രായമാണ്? N കൃഷ്ണപിള്ളയുടെ തന്നെ അഭിപ്രായമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കമ്പരാമായണത്തിലെ 8ാം പാട്ടും രാമചരിതം 1ാം ഭാഗത്തിലെ 8ാം പാട്ടും സമാനമായ ആശയങ്ങൾ തന്നെയാണ് വഹിക്കുന്നത്. മറ്റൊന്ന് ഇതിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. ഇതിൽ വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ അതുപോലെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തീച്ചൊല്ല്, വടച്ചൊല്ല് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനുനാസികത്തെ ഖരമാക്കുന്ന വലിത്തൽ നിയമം ഉപയോഗിക്കുന്നുണ്ട്. ഖരത്തെ അനുനാസികമാക്കുന്ന എന്ത് നിയമമാണ്? മെലിത്തൽ നിയമം ഉപയോഗിക്കുന്നുണ്ട്. ഹ്രസ്വത്തെ ദീർഘമാക്കുന്ന എന്ത് നിയമമാണ്? നീട്ടൽ നിയമം ഉപയോഗിക്കുന്നുണ്ട്. ദീർഘത്തെ ഹ്രസ്വമാക്കുന്ന കുറുക്കൽ നിയമവും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊന്ന്, ഒരു പദത്തിനിടയിൽ പുതിയ വർണ്ണം ചേർത്ത് വികസിപ്പിക്കുന്ന വിരുത്തൽ രീതിയും ഇതിൽ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക.
വേറൊന്നെന്താണ്? പദാദിയിലോ പദാന്ത്യത്തിലോ ഉള്ള വർണ്ണത്തെ ലോപിപ്പിക്കുന്ന എന്ത് നിയമമാണ്? തൊകുത്തൽ നിയമവും ഉപയോഗിക്കുന്നുണ്ട്. ഇനി പി ഗോവിന്ദപിള്ളയുടെ ഒരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടതുണ്ട്. ഇതിലെ ഭാഷ എന്നുള്ളത് എന്താണ്? ശുദ്ധമായ ഇലക്കണ്ണ തമിഴ് രീതി വിട്ട് ശുദ്ധ മലയാളം ആകുന്നതിൻ്റെ മാർഗത്തിലുള്ളതാണ് എന്നുള്ളത് ആരുടെ അഭിപ്രായമാണ്? പി ഗോവിന്ദപിള്ളയുടെ അഭിപ്രായമാണ്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇനി സംസ്കൃത പ്രാമാണ്യമുള്ള മണിപ്രവാള ശൈലി എന്നതിന് സമാന്തരമായി തമിഴ് പ്രാമാണ്യം നിലവിലിരുന്നതിൻ്റെ തെളിവാണ് എന്ത്? രാമചരിത ഭാഷ എന്നുള്ളത് ആരുടെ അഭിപ്രായമാണ്? ഉണ്ണിക്കിടാവിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഈ കൃത്യമായിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ മാറിപ്പോകാതെ തന്നെ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി കെ എൻ എഴുത്തച്ഛൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മലയാളം തമിഴ് വേഷം കെട്ടിയ കാവ്യരൂപമാണ് രാമചരിതം എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. മറ്റൊന്ന്, ഈ പറയുന്ന രാമചരിതത്തിൻ്റെ കർത്താവ് ശ്രീരാമൻ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ സഹായിക്കുന്ന പ്രധാന തെളിവുകൾ നമ്മൾ വരികളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കൂ. ഈ വരികളൊന്ന് നിങ്ങൾ എഴുതിയെടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വരികൾ, അതായത് രാമചരിതത്തിലുള്ള സൂചനകൾ, അതായത് രാമചരിതത്തിൻ്റെ ആരംഭത്തിൽ കാണുന്ന തനിമരം മൂല മറ്റു തരണിയിൽ വീഴുന്ന പോലെ കനമഴിന്ത വനിമിതു എന്നൊക്കെ തുടങ്ങുന്ന വരികളൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ, അതായത് ശ്രീരാമൻ തന്നെയാണ് കവി എന്ന് സ്ഥാപിക്കാൻ ഉള്ള ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു കുറച്ച് ചോദ്യരീതി, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഞാൻ ഇതിൽ നിന്ന് ഒരു മോക്ക് രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കൂ. രാമചരിതത്തിൽ കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ള പ്രധാന പ്രാസഭേദം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുള്ളൂ, അന്താതിപ്രാസമാണ് എന്നുള്ളതാണ്. രാമചരിതത്തിൽ ധാരാളമായി കാണുന്ന അലങ്കാരം ഏതാണ്? ഉപമയാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. മറ്റൊന്ന്, രാമചരിതത്തിന് ആദ്യത്തെ വ്യാഖ്യാനം തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ്. പ്രാചീന മലയാള മാതൃകകളിലാണ് അദ്ദേഹം ആ വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. രാമചരിതം പൂർണ്ണമായും പുസ്തക രൂപത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ പോയിന്റ് പറഞ്ഞു, തിരുവിതാംകൂർ ഗവൺമെൻറ് ശ്രീചിത്രോദയ മഞ്ചരി ഭാഷാ ഗ്രന്ഥാവലിയിൽ 4 നമ്പറായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി അടുത്തൊരു കുറച്ച് വരിയുണ്ട്. ഞാനിതൊന്നു ഇനി ഇന്നതൻ മാനദമെന്നും എന്ന് തുടങ്ങുന്നൊരു വരി തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ അതിഗംഭീരമായ അർത്ഥതലങ്ങളുള്ള ഈ വരികൾ എവിടെ നിന്നാണ് എന്നുള്ളൊരു ചോദ്യം, അതായത് വരികൾ തന്ന് കൃതി ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഏതാണ്, എവിടെ നിന്നെടുത്ത വരികളാണ്? രാമചരിതത്തിൽ നിന്ന് വന്നിട്ടുള്ള വരികളാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊന്ന്, രാമചരിതത്തിലെ 143 പടലം മുതൽ 153 വരെയുള്ള ഭാഗങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് ഉള്ള ഒരു അഭിപ്രായപ്പെട്ട ഗവേഷകൻ ആരാണ്? ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. അതാരാണ്? ആ ഗവേഷകൻ്റെ ആരാണ്? ഡോക്ടർ എം പുരുഷോത്തമൻ നായരാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. എന്താണ്? രാമചരിതത്തിലെ 143 പടലം മുതൽ 153 വരെയുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ട ഇതാണെന്നുള്ളൊരു അഭിപ്രായം ആരുടേതാണ്? ഡോക്ടർ എം പുരുഷോത്തമൻ നായരുടേതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊരു കാര്യം, രാമചരിതം ഒരു അനുഷ്ഠാനം പോലെ നിത്യപാരായണമായി ചെയ്യിക്കുന്ന കേരളത്തിലൊരു പ്രത്യേക വിഭാഗം ഏതാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ മണിയാണി നായന്മാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് വടക്കൻ കേരളത്തിലെ മണിയാണി നായന്മാരാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് കൂടിയാണ്. രാമചരിതത്തിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ള ഇകൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? യുദ്ധം എന്നുള്ളതാണ്. ഇകൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? യുദ്ധം എന്നുള്ളതാണ്. ഇനി കുറച്ച് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ കാവ്യകൃതി എന്ന് രാമചരിതത്തെ ആധികാരികമായി അഭിപ്രായപ്പെട്ടത് ആരാണ്? നമുക്കറിയാം, ഹെർമൻ ഗുണ്ടർട്ടാണ്. മറ്റൊന്ന്, രാമചരിതത്തിൻ്റെ രചനാകാലം കൊല്ലവർഷം 5-ാം ശതകത്തിൻ്റെ അവസാനമാണെന്നും, അതായത് 13-ാം ശതകമാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ പണ്ഡിതൻ ആരാണ്? 13 എന്ന് കണ്ടാൽ നിങ്ങൾ ഓർക്കണം, AR രാജരാജവർമ്മയാണ്. മറ്റൊന്ന്, തെക്കൻ തിരുവിതാംകൂറിലെ മിശ്രഭാഷാ പ്രസ്ഥാനത്തെ അനുകരിച്ചാണ് രാമചരിതം രചിച്ചിട്ടുള്ളത് എന്നുള്ളത് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ്? ഡോക്ടർ കെ ഗോദവർമ്മയാണ്. തെക്കൻ തിരുവിതാംകൂറിലെ മിശ്രഭാഷാ പ്രസ്ഥാനത്തെ അനുകരിച്ചാണ് രാമചരിതം രചിച്ചിട്ടുള്ളതെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ്? ഡോക്ടർ കെ ഗോദവർമ്മയാണ്. കല്ലിലും ചെമ്പിലുമുള്ള ശാസനങ്ങൾക്ക് ശേഷം മലയാള ഭാഷാ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കൃതി എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളതും ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. ഹെർമൻ ഗുണ്ടറിൻ്റെ ഒരുപാട് വിശേഷണങ്ങൾ, ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ ഇതിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക.
നാടൻ പാട്ടുകളുമായിട്ട് താരതമ്യം ചെയ്ത് രാമചരിത ഭാഷ വ്യവഹാര ഭാഷയല്ല എന്ന് അഭിപ്രായപ്പെട്ടുള്ളത് ആരാണ്? പ്രൊഫസർ PV കൃഷ്ണൻ നായരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് രാമചരിതത്തിൽ ഈ കണ്ടലം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. രാമചരിതത്തിൻ്റെ ചില കയ്യെഴുത്ത് പ്രതികളിൽ ഈ പറയുന്ന കണ്ടലം എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അപ്പോൾ എന്താണത്? ഗ്രന്ഥത്തിൻ്റെ ഏതെങ്കിലും ഭാഗം അവസാനിക്കുമ്പോൾ ഇടുന്ന എന്താണ്? ഒരു ചിഹ്നം എന്നുള്ള രീതിയിൽ ഇതിനെ കണ്ടാൽ മതി. ആ ഒരു അർത്ഥമേ ഉള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം, പാട്ടിലെ ഭാഷയെക്കുറിച്ച് ലീലാതിലകകാരൻ രേഖപ്പെടുത്തുന്ന അഭിപ്രായം എന്താണ് എന്നുള്ളതാണ്. പാട്ടിലെ ഭാഷയെക്കുറിച്ച് ലീലാതിലകകാരൻ എന്താണ് അഭിപ്രായപ്പെടുത്തുന്നത്? പാണ്ഡ്യഭാഷ സാരൂപ്യം ബഹുലേന പാട്ടിൽ കേരള ഭാഷയാം ഭവതി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ എഴുതിയിരിക്കുക. പാട്ടിൽ കേരള ഭാഷയ്ക്ക് പാണ്ഡ്യഭാഷയുമായി സാദൃശ്യം കൂടുതലാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പോവുക. മറ്റൊന്ന്, രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്ന കൃതി ആരുടേതാണ്? ഡോക്ടർ MM പുരുഷോത്തമൻ നായരുടേതാണ്. മറ്റൊന്ന്, രാമചരിതത്തിൻ്റെ സമ്പൂർണ്ണ വിമർശനാത്മക പഠനം നമ്മൾ മുന്നേ പറഞ്ഞു, ഡോക്ടർ PV കൃഷ്ണൻ നായരുടേതാണ്. ഗുണ്ടർഡ് രാമചരിതത്തിന് നൽകുന്ന പേരെന്താണ്? രാമചരിതം എന്നുള്ളതാണ്. റിപ്പീറ്റഡ് കണ്ടിട്ടുള്ള ചോദ്യം കൂടിയാണ്. ഗുണ്ടർഡ് രാമചരിതത്തിന് നൽകുന്ന പേരെന്താണ്? രാമചരിതമാണ്. ഇനി ലീലാതിലകകാരൻ പാട്ടിന് നൽകുന്ന ഉദാഹരണങ്ങളാണ് ഇനിയൊരു ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വരികൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. രാമചരിതത്തിലെ ഭാഷാ പ്രാധാന്യം ആദ്യമായി അറിഞ്ഞ പണ്ഡിതൻ ആരാണ്? TA ഗോപിനാഥറാവു ആണ്. ഓർത്തിരിക്കുക. മറ്റൊന്ന്, രാമചരിതത്തിലെ ഭാഷ ഒരു കൃത്രിമ മിശ്ര ഭാഷയാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ്? ഡോക്ടർ KM ജോർജും അതോടൊപ്പം തന്നെ ഡോക്ടർ K ഗോദവർമ്മയും R നാരായണ പണിക്കരുമാണ്. മിശ്ര ഭാഷ എന്നുള്ള അഭിപ്രായവാദക്കാർ ആരൊക്കെയാണ്? KM ജോർജും ഡോക്ടർ ഗോദവർമ്മയും R നാരായണ പണിക്കരുമാണ്. ഇനി മറ്റൊന്ന്, രാമചരിതം സംസ്കൃത അക്ഷരമാലയുടെ അനുപ്രവേശത്തിന് മുമ്പ് നിബന്ധിക്കപ്പെട്ടതാണെന്നും അത് ഭാഷയുടെ പ്രാക്തനാരൂപത്തെയാണ് പ്രദർശിപ്പിക്കുന്നതെന്നും ഉള്ള അഭിപ്രായം ആരുടേതാണ്? ഹെർമൻ ഗുണ്ടർട്ടിൻ്റേതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, മറ്റൊരു അഭിപ്രായം ഡോക്ടർ KN എഴുത്തച്ഛൻ്റേതാണ്. രാമചരിതത്തിൽ മലയാളം തമിഴിൻ്റെ വേഷം കെട്ടിയിരിക്കുകയാണ് എന്നുള്ള അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ KN എഴുത്തച്ഛനാണ്. മറ്റൊന്ന്, ചെന്തമിഴും മലയാളവും കലർത്തിയ ഒരു മിശ്രഭാഷാ കൃതിയാണ് എന്ത്? രാമചരിതം എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? ആറ്റൂർ കൃഷ്ണ പിഷാരടിയുടേതാണ്. എന്തൊക്കെയാണ്? ചെന്തമിഴും മലയാളവും കലർത്തിയ ഒരു മിശ്രഭാഷാ കൃതിയാണ് രാമചരിതം എന്നുള്ളത്. ഇനി നോക്കൂ, രാമചരിതത്തിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി മദ്രാസിലെ ക്വീൻ മേരീസ് കോളേജിലെ ഗ്രന്ഥശേഖരണത്തിലേക്ക് സംഭാവന ചെയ്തത് ആരാണ്? നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമായിരിക്കും, കാണാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ്. ഓർത്തിരിക്കുക, രാമചരിതത്തിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി മദ്രാസിലെ ക്വീൻ മേരീസ് കോളേജിലെ ഗ്രന്ഥശേഖരണത്തിന് സംഭാവന ചെയ്തത് ആരാണ്? L ഗാർത്ത് ആണ്. ആരാണ്? L ഗാർത്ത് ആണ്. രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം ഏതാണ്? നിരയ ആശിരിയപ്പ എന്ന തമിഴ് വൃത്തമാണ് രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കുക, ഇത് നിങ്ങളെവിടെയും കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കാം. രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം ഏതാണ്? നിരയ ആശിരിയപ്പ എന്ന തമിഴ് വൃത്തമാണ്. മറ്റൊന്ന്, രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിപി ഏതാണ് എന്നുള്ളതാണ്. രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിപി ഏതാണ്? വട്ടെഴുത്താണ്. ഇനി ഇവിടെ ഇക്കാലം നിങ്ങളെ തൂരിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ഒരു വരിയുണ്ട്. അപ്പോൾ ഇത് രാമചരിതത്തിലെ എത്രാമത്തെ വിരുത്തമാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കൃത്യമായിട്ട് ഈ വരികൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഏതാണ്? രാമചരിതം 129 വിരുത്തമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നീട് മറ്റൊരു കാര്യം, ഒരു ചോദ്യം, സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് മഹാബലിയുടെ കഥയെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൃതി ഏതാണ് എന്നുള്ളത്. നമ്മുടെ രാമചരിതം തന്നെയാണ് മഹാബലിയുടെ കഥയെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൃതി. ഇനി രാമചരിതം പാട്ടുഭാഷ പാഠ്യപ്രസ്ഥാനത്തെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരുവിധപ്പെട്ട വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും അടിച്ചു പെറുക്കി നമ്മളിപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ രാമചരിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇനി എത്ര ക്വസ്റ്റ്യൻ വന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആവും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന രാമചരിതം പാട്ടുഭാഷയുടെ പാഠ്യപ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഇതുകൊണ്ട് പറ്റും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് കണ്ണശകൃതികളാണ്. കണ്ണശകൃതികളിൽ അതായത് കണ്ണശകൃതികൾ നമ്മൾ എന്താണ് പറയാറുള്ളത്? നിരണം കവികൾ എന്നാണ് പറയാറുള്ളത്.
പാട്ടിന് ലീലാതിലകം നൽകുന്ന നിർവചനം മുഴുവനായിട്ട് ആരംഗീകരിക്കുന്നില്ല, കണ്ണശന്മാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അറിയുക. രാമചരിതത്തിൽ ആരംഭിച്ച രാമായണ കഥ പൂർണ്ണത കൈവരിക്കുന്നത് എവിടെയാണ്? കണ്ണശ രാമായണത്തിലാണ്. രാമചരിതത്തിൽ ആരംഭിച്ച രാമായണ കഥ പൂർണ്ണത കൈവരിക്കുന്നത് കണ്ണശ രാമായണത്തിലാണ്. മറ്റൊന്ന്, ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ എരുമേലിയുടെ സാഹിത്യ ചരിത്രത്തിൽ നിന്ന് റെഫർ ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. തിരുവല്ല താലൂക്കിലാണ് നിരണം കവികളുടെ ജന്മദേശം, അതായത് നിരണം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നിരണം കവികളെന്ന് പറയുന്നത് അതേപോലെ തന്നെ കണ്ണശം പറമ്പിനെ കുറിച്ചും നിരണം കവികളെക്കുറിച്ചുമൊക്കെ 1961 ഓഗസ്റ്റ് 13 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയിന്റുകളാണ്. അതാണ് ഞാൻ അത് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ. മറ്റൊന്ന്, 1981 എന്ത് സ്ഥാപിക്കുന്നത്? കണ്ണശ സ്മാരക സമിതി സ്ഥാപിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണശ ദിനാചരണം നടത്താറുണ്ട്. എന്നൊക്കെയാണ് 1981 ഓഗസ്റ്റ് 30 നമ്മൾ കണ്ണശ ദിനാചരണം നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, കണ്ണശ പീഠത്തിൻ്റെ സ്ഥാപനമാണ്. കണ്ണശ പീഠത്തിൻ്റെ സ്ഥാപനം എങ്ങനെയാണ്? കണ്ണശ ഗവേഷണ പഠനത്തിന് 2011 MG യൂണിവേഴ്സിറ്റിയാണ് തുടക്കമിടുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവർക്ക് പൊതുവെ സംസ്കൃതത്തിലും മലയാളത്തിലും ഒരുപോലെ പ്രാവീണ്യമുള്ള കവികളാണ്. അതുപോലെ തന്നെ കരുണേശ്വരൻ എന്ന പദത്തിൽ നിന്നാണ് കണ്ണശ പദത്തിൻ്റെ നിഷ്പത്തി എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. കരുണേശ്വരൻ എന്ന പദത്തിൽ നിന്നാണ് കണ്ണശ പദത്തിൻ്റെ നിഷ്പത്തി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണച്ചൻ, കണ്ണശൻ എന്നീ പദങ്ങളുടെ സംസ്കൃതീകൃതമായിട്ടുള്ള രൂപമാകാം ഒരു പക്ഷേ എന്ത് കരുണേശ്വരൻ എന്ന വാദത്തെ എതിർക്കുന്നത് ആരാണ്? ഡോക്ടർ PK നാരായണപിള്ളയാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, എഴുതി വയ്ക്കുക. അതായത് കരുണേശ്വരൻ എന്ന പദത്തിൽ നിന്നാണ് ഈ പറയുന്ന കണ്ണശ പദത്തിൻ്റെ നിഷ്പത്തി എന്ന് പറയുന്ന അഭിപ്രായത്തെ എതിർത്തത് ആരാണ് എന്നുള്ളതാണ്. ഡോക്ടർ PK നാരായണപിള്ളയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഈ പറയുന്ന കണ്ണശ കവികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. രാമപണിക്കർ, മാധവപണിക്കർ, ശങ്കരപ്പണിക്കർ എന്നിവരാണ്. ഈ പറയുന്ന 3 പേരാണ് പ്രധാന കണ്ണശ കവികൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു കവിയും കൂടെ ഉണ്ട്. അതായത് ആരാണ്? കരുണേശ്വരം മുതൽ രാമപണിക്കർ വരെയുള്ള 4 കവികളാണ് ഇതിലുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അവരെയാണ് പൊതുവെ നമ്മൾ എന്ത് വിളിക്കുന്നത്? നിരണം കവികൾ എന്ന് വിളിക്കുന്നത്. രാമപണിക്കർ, മാധവപണിക്കർ, ശങ്കരപ്പണിക്കർ എന്നീ 3 പേരാണ് ഈ പറയുന്ന പ്രധാന കണ്ണശ കവികൾ. എന്നാൽ 4മതൊരാളുണ്ട്. ആരാണ്? കരുണേശ്വരനാണ്. അവരെ പൊതുവായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന കണ്ണശ കവികൾ എന്ന് വിളിക്കാറ് എന്നുണ്ടെങ്കിലും 3 പേരുടെ കൃതികൾ മാത്രമേ നമുക്ക് കണ്ടു കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം നിരണം കവികളെന്ന് നമ്മൾ വിളിക്കുന്നത് 4 പേരെയാണ്. ആരൊക്കെയാണ്? രാമപണിക്കർ, മാധവപണിക്കർ, ശങ്കരപ്പണിക്കർ എന്നീ 4 പേരെയാണ്. കരുണേശ്വരൻ എന്ന 4 പേരെയാണ്. എന്നാൽ പ്രധാനമായും കൃതികൾ കണ്ടു കിട്ടിയിട്ടുള്ളത് രാമപണിക്കർ, മാധവപണിക്കർ, ശങ്കരപ്പണിക്കർ എന്നിവരുടേതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, രാമപണിക്കരാണ് ഏത് രചിച്ചിട്ടുള്ളത്? കണ്ണശ രാമായണം രചിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് കരുണേശ്വരനെ നമ്മളധികം ഇതിൽ പറയാത്തത് എന്ന് ചോദിച്ചാൽ കരുണേശ്വരൻ്റെ രചനകളൊന്നും കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കരുണേശ്വരൻ അല്ലെങ്കിൽ കണ്ണശൻ എന്നത് എന്താണ്? കരുണേശ്വരൻ്റെ രൂപാന്തരണം അല്ല എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? ഡോക്ടർ PK നാരായണപിള്ളയുടേതാണ്. കണ്ണശൻ എന്നത് കരുണേശ്വരൻ്റെ രൂപാന്തരണമല്ല എന്നുള്ളത് ആരുടെ അഭിപ്രായമാണ്? ഡോക്ടർ PK നാരായണപിള്ളയുടേതാണ്. കണ്ണനാശാനാണ് കണ്ണശനായത് എന്നുള്ളതാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. കണ്ണനാശാനാണ് കണ്ണശനായത് എന്നുള്ളതാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ കാവ്യങ്ങളുടെ ശൈലിപരവും ഭാഷാപരവും വൃത്തസംബന്ധവുമായ സാദൃശ്യങ്ങളാണ് പൊതുവെ നമ്മൾ എന്താണ് ഈ കണ്ണശ കവികളുടെ കുടുംബം സ്ഥാപിക്കാൻ തെളിവുകളായിട്ട് പറയുന്നത്. അതായത് ശൈലിപരവും ഭാഷാപരവും വൃത്തസംബന്ധവുമായിട്ടുള്ള സാദൃശ്യങ്ങളാണ് ഈ പറയുന്നത് കണ്ണശ കവികളുടെ കുടുംബ ബന്ധം സ്ഥാപിക്കാനുള്ള തെളിവുകളായിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൈരളിയുടെ കഥയിൽ N കൃഷ്ണപിള്ള പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛൻ കൃതികളിലേക്കുള്ള ഭാഷാ സാഹിത്യത്തിൻ്റെ എന്താണ് ഒരു പരിണാമ പ്രക്രിയയിലെ ഇടത്താവളം. ഈ വാക്കോർത്തിരിക്കുക, ഇടത്താവളമാണ് എന്ത്? കണ്ണശ കൃതികൾ എന്നുള്ളത്. ഇടത്താവളമാണ് എന്ത്? കണ്ണശ കൃതികൾ എന്നുള്ളത്. ആരുടെ അഭിപ്രായമാണ്? N കൃഷ്ണപിള്ളയുടെ അഭിപ്രായമാണ്. ഏതാണ് പുസ്തകം? കൈരളിയുടെ കഥയാണ്.
ഇനി മറ്റൊന്ന്, മണിപ്രവാളത്തിൻ്റെ സാംസ്കാരിക ജീർണതയിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ജനങ്ങളുടെ ഒരു പുതിയ സാംസ്കാരിക അന്തരീക്ഷത്തിലേക്ക്, അതായത് സാധാരണ ജനങ്ങളെ ഒരു പുതിയ സാംസ്കാരിക അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത് കൂടി അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭാവനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു കാര്യം കൂടിയാണിത്. എന്താണ്? മണിപ്രവാളത്തിൻ്റെ സാംസ്കാരിക ജീർണതയിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ജനങ്ങളെ ഒരു പുതിയ സാംസ്കാരിക അന്തരീക്ഷത്തിലേക്ക് അത് ഉയർത്തുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നോക്കൂ, ഭാഷാ ഭഗവത്ഗീതയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ആരുടേതാണ്? മാധവ പണിക്കരുടേതാണ് ഭാഷാ ഭഗവത്ഗീത. ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നോക്കൂ. ഗീതയിൽ, അതായത് ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളെ അദ്ദേഹം എത്രയായിട്ട് ഒതുക്കി, അതായത് ചുരുക്കിയിട്ടുണ്ട്? 323 ശ്ലോകത്തിൽ ഒതുക്കിയിട്ടുണ്ട്. ഗീതയിലെ 700 ശ്ലോകങ്ങളെ സംഗ്രഹിച്ച് 323 ശ്ലോകത്തിലാണ് ആരൊതുക്കിയിട്ടുള്ളത്? മാധവ പണിക്കർ ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി പറയുന്നത് അദ്ദേഹം തന്നെയാണ് ഈ കൃതി രചിച്ചു എന്നതിനുള്ള ഒരു തെളിവായിട്ടാണ് ഒരു വരി നോക്കൂ. അഹമിത് സംക്ഷേപിച്ചുര ചെയ്തേൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെളിവ്. അതോടൊപ്പം തന്നെ മലയങ്കീഴ് തിരുമാതിൽ വല്ലഭനാരുളാലെ മാധവനഹ മിടർകളവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരി കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതെന്തിന് തെളിവാണ്? കൃത്യമായിട്ട് നോട്ട് ചെയ്യണേ. അതെന്തിന് തെളിവാണ്? കൃതി രചിച്ചതായിട്ട്, അദ്ദേഹം തന്നെ ഈ കൃതി രചിച്ചതായിട്ട് പറയുന്നതിനുള്ളൊരു തെളിവാണ്. ഇനി ജ്ഞാനേശ്വരൻ, അതായത് ഈ പറയുന്ന ഭഗവത്ഗീത, അതായത് ഈ ഭഗവത്ഗീതയുടെ ഭാഷയിലേക്കുള്ള വിവർത്തനമാണ് ഏത്? ഭാഷാ ഭഗവത്ഗീത. മലയാളത്തിലേക്കുള്ള അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന മലയാള ഭാഷയിലേക്കുള്ള വിവർത്തനമാണ് ഭാഷാ ഭഗവത്ഗീത എന്ന് പറയുന്നത്. എന്നാൽ ഈ ജ്ഞാനേശ്വരൻ എന്ന് പറഞ്ഞ വ്യക്തി ഭഗവത്ഗീതയെ ഏതിലേക്ക്? മറാത്തിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? ജ്ഞാനേശ്വരിയാണ്. ഒരു അഡീഷണൽ വിവരമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മറ്റൊന്ന്, ഇതിൻ്റെ തമിഴിലുണ്ടായിരുന്ന വിവർത്തനത്തിൻ്റെ പേരെന്താണ്? ഭഗവത്ഗീത എന്നുള്ളതാണ് തമിഴിലുണ്ടായിട്ടുള്ള വിവർത്തനത്തിൻ്റെ പേര് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അഡീഷണലാണ്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഇത് കുറച്ച് അഭിപ്രായങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഉള്ളൂരിൻ്റെ അഭിപ്രായത്തിൽ നോക്കൂ, പട്ടനാരുടെ കൃതിയും പണിക്കരുടെ കൃതിയും സാദൃശ്യമുണ്ട് എന്നുള്ളൊരു അഭിപ്രായം ആരുടേതാണ്? ഉള്ളൂരിൻ്റേതാണ്. ആരുടേതാണ്? പട്ടനാരുടെ കൃതിയും പണിക്കരുടെ കൃതിയും സാദൃശ്യമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ്? ഉള്ളൂരാണ്. മറ്റൊന്ന്, 13ഓളം ഉദാഹരണം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഈ പറയുന്ന കൃതി അനുകരണമാണ് എന്ന് കാണിക്കാൻ എടുത്തു പറയുന്നുണ്ട്. ഏതാണ്? ഈ പറയുന്ന ഭാഷാ ഭഗവത്ഗീത അനുകരണമാണ് എന്ന് കാണിക്കാൻ വേണ്ടി എത്ര ഉദാഹരണമാണ്? 13 ഉദാഹരണം എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊരു കാര്യം, ഈ പറയുന്ന തമിഴ് കൃതിയാണ് കണ്ണശ്ശന്മാർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എന്നുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ തമിഴ് സാഹിത്യ ചരിത്രത്തിലെ ടി.പി. മീനാക്ഷി സുന്ദരം അഭിപ്രായപ്പെടുന്നുണ്ട്. എന്താണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. തമിഴ് കൃതിയാണ് മലയാളത്തിലേക്ക് കണ്ണശ്ശന്മാർ വിവർത്തനം ചെയ്തത് എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി ഭാരതത്തിൻ്റെ ഉണർത്തുപാട്ട് എന്നാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ഭഗവത്ഗീതയെ പൊതുവെ പറയാറുള്ളത്. ഭഗവത്ഗീത സംസ്കൃത സഹായം ഇല്ലാതെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് മാധവ പണിക്കരാണ് എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? എരുമേലിയുടേതാണ്. ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഭഗവത്ഗീത സംസ്കൃത സഹായമില്ലാതെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? മാധവ പണിക്കരാണ്. അറിഞ്ഞിരിക്കുക. ആരുടെ അഭിപ്രായമാണ്? എരുമേലിയുടെ അഭിപ്രായമാണ്. മറ്റൊന്ന്, ശങ്കരഭാഷ്യം ഉചിത സന്ദർഭങ്ങളിൽ ഭാഷാ ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശങ്കരഭാഷ്യം ഉചിത സന്ദർഭങ്ങളിൽ ഭാഷാ ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പ്രാദേശിക ഭാഷയിലെ ആദ്യത്തെ സംഗ്രഹിത സ്വതന്ത്ര രചനയാണ് എന്ത്? മാധവ പണിക്കരുടെ ഭാഷാ ഭഗവത്ഗീത എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊന്ന്, ഇത് ഗീതയുടെ പരിഭാഷയല്ല, ഗീതാർത്ഥം ഉരയ്ക്കുന്ന കൃതിയാണ് എന്നുള്ളൊരു അഭിപ്രായം ആരുടേതാണ്? എൻ കൃഷ്ണപിള്ളയുടേതാണ്. അപ്പോൾ നിങ്ങൾ അറിയാം, ഞാൻ പറഞ്ഞതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ എൻ കൃഷ്ണപിള്ളയുടേതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പല ആവർത്തി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ കൈരളിയുടെ കഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാഹിത്യ ചരിത്രമാണെന്നുള്ള അറിഞ്ഞിരിക്കുക.
മറ്റൊരു കാര്യം, ഈ പറയുന്ന ഭഗവത്ഗീതയിൽ, ഭാഷാ ഭഗവത്ഗീതയിൽ കരുണേശ്വരനെയോ തൃക്കപാലീശ്വര ക്ഷേത്രത്തെയോ മലയൻകീഴിനെയോ ഒന്നും തൻ്റെ കാവ്യത്തിൽ ശങ്കരകവി സ്മരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. മറ്റുള്ളവയിൽ നിന്ന് ഈ കൃതി എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഒരു കുടുംബത്തിലാണെന്ന ഉള്ളൂരിൻ്റെ അഭിപ്രായത്തോട് ആരാണ് യോജിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആരാണ്? ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനാണ് യോജിക്കാത്തത്. അതായത് ഈ പറയുന്ന 4 കവികളും ഒരു കുടുംബത്തിലാണ് എന്നുള്ളതാണ് ഉള്ളൂരിൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് പുതുശ്ശേരി രാമചന്ദ്രനാണ് യോജിക്കാത്തത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? വെള്ളാങ്ങല്ലൂർ ശങ്കരൻ, മലയൻകീഴ് മാധവൻ, നിരണത്ത് രാമൻ എന്നിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പേരുകൾ. അതായത് ഒരു കുടുംബത്തിലുള്ളതല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ പേരുകൾ ഓർത്തിരിക്കുക. വെള്ളാങ്ങല്ലൂർ ശങ്കരൻ, മലയൻകീഴ് മാധവൻ, നിരണത്ത് രാമൻ എന്നിവ ഈ പേരുകളിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അവരൊരു കുടുംബത്തിലല്ല എന്നുള്ള ഉള്ളൂരിൻ്റെ വാദത്തെ അദ്ദേഹം വിച്ഛേദിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, രാമായണകർത്താവായ രാമൻ മാത്രമേ എന്താണ് ഈ പറയുന്ന ഉഭയകവീശ്വരനെ ആദരവോടെ സ്മരിക്കുന്നുള്ളൂ. അതായത് കണ്ണശരാമായണത്തിൽ മാത്രമേ എന്തുള്ളൂ? ഉഭയകവീശ്വരൻ്റെ ആദരവോടെയുള്ള പരാമർശം കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവ, അതായത് മറ്റ് കവികൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ള അഭിപ്രായത്തെ സാധൂകരിക്കാനുള്ളൊരു പോയിന്റ് കൂടിയാണ് അതെന്നുള്ളത് അറിയിക്കുക. ലീലാതിലകത്തിന് ശേഷമാണ് നിരണം കൃതികൾ രചിച്ചത്. അതായത് ഏകദേശം 1400-നും 1500-നും ക്രിസ്തുവർഷം 1400-നും 1500-നും ഇടയിലാണ് അതിൻ്റെ കാലഘട്ടം വരുന്നത്. ഇനി ക്രിസ്തുവർഷം 14-ാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധത്തിലും 15-ാം ശതകത്തിൻ്റെ പൂർവാർദ്ധത്തിലും രാമപണിക്കർ ജീവിച്ചു എന്നുള്ളത് ആരുടെ അഭിപ്രായമാണ്? ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ്റെ അഭിപ്രായമാണ്. ക്രിസ്തുവർഷം 14-ാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധത്തിലും 15-ാം ശതകത്തിൻ്റെ പൂർവാർദ്ധത്തിലും രാമപണിക്കർ ജീവിച്ചു എന്നുള്ളത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ്റെ അഭിപ്രായമാണ്. ചരിത്രകർത്താവായിട്ടുള്ള ആരാണ്? പി ഗോവിന്ദപിള്ള. എത്രയാണ് അതിൻ്റെ ശതകം, കാലഘട്ടം എന്ന് പറയുന്നത്? 6-ാം ശതകമാണ് ഇതിൻ്റെ രചന എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ഒരു വരി നോക്കൂ. പെരുമതകും പാൽക്കടൽ കണ്ടു എന്ന് പറയുന്ന ഈ വരി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അത് ഏതിലെ വരിയാണ്? ഭാഷാ ഭഗവത്ഗീതയിലുള്ള വരിയാണ്. മറ്റൊന്ന്, നിരണം കവികളിൽ ആദ്യത്തെ ഋഷിയാണ് മാധവ പണിക്കർ എന്ന് അഭിപ്രായപ്പെട്ടുള്ളത് ആരാണ്? ഡോക്ടർ എം ലീലാവതി ടീച്ചറാണ്. മറ്റൊന്ന്, നിജഭക്തിനാലെ എന്ന് പറയുന്നൊരു വരി കൂടിയുണ്ട്. ഈ വരികളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം തന്നെ എഴുതി, നമ്മൾ നേരത്തെ പറഞ്ഞു, എഴുതി എന്നതിന് തെളിവായിട്ട് പറയുന്ന ഒരു വരിയാണിത്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. മറ്റൊന്ന്, ഇതിലുള്ളൊരു ഫലശ്രുതി എന്ന് പറയുന്നതാണ്. അതിൽ ഫലശ്രുതി എന്താണ്? അരനാഴിക മറവാതുര എന്ന് പറയുന്ന ഇത്തരത്തിൽ ഈ വരുന്ന വരി, ഈ വരിയുടെ ഫലശ്രുതിയുള്ള കാവ്യമാണ് ഏത്? ഈ ഭാഷാ ഭഗവത്ഗീത എന്നുള്ളതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. മറ്റൊന്ന്, ഭാഷാ ഭഗവത്ഗീതയിലെ വരികളാണ്. ഒരു നാൾ വന്നു പിറക്കും പിന്നെ യുടൽ വളരും ബാലപ്രായം പോം എന്ന് പറയുന്ന ഈ വരി. ഈ വരി ഒന്ന് നോട്ട് ചെയ്യുക. ഈ വരി ഇതിലെയാണ്? ഭാഷാ ഭഗവത്ഗീതയിലുള്ളതാണ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഭാരതമാലയാണ്. മലയാളത്തിൽ ആദ്യത്തെ ഭാരത സംഗ്രഹമാണ് എന്ത്? ഭാരതമാല എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ആദ്യ ഭാഗവതം ദശമസ്കന്ധം കഥയാണ്. അതായത് ഇതിലെങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് നോക്കുക. ആദ്യം എന്താണ്? ഭാഗവതം ദശമസ്കന്ധം കഥയാണ്. പിന്നീടാണ് മഹാഭാരതത്തിലെ കഥ പറയുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു ചുരുക്കിയ രീതി നോക്കൂ. 1,00,000-ലധികം അതായത് 1,24,000 ശ്ലോകങ്ങളെ എത്ര ശീലുകളിലേക്ക് അദ്ദേഹം ഒതുക്കുന്നുണ്ട്? 1363 ശീലുകളിലേക്ക് അദ്ദേഹം ഒതുക്കുന്നുണ്ട് എന്നറിഞ്ഞിരിക്കുക. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിന് മാതൃക ഏതാണ്? ഭാരതമാലയാണ്. ആരുടെ അഭിപ്രായമാണ്? എൻ കൃഷ്ണപിള്ളയുടെ അഭിപ്രായമാണ്. ഇനി മറ്റൊന്ന്, ശങ്കരൻ്റെ ഭാരതമാല വ്യാഖ്യാനത്തോടും പഠനത്തോടും കൂടി പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഈ പറയുന്ന ശങ്കരൻ്റെ ഭാരതമാല വ്യാഖ്യാനത്തോടും പഠനത്തോടും കൂടി പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യം റിപ്പീറ്റഡ് കാണാറുണ്ട്. ഡോക്ടർ പൊന്നറ സരസ്വതിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഡോക്ടർ പൊന്നറ സരസ്വതിയാണ്. 4,964 ശ്ലോകങ്ങളുള്ള മൂലഭാരതത്തിലെ കർണപർവത്തെ എത്രയായിട്ട് ചുരുക്കിയിട്ടുണ്ട്? 1446 വരികൾ കൊണ്ട് എഴുത്തച്ഛനും 584 വരികൾ കൊണ്ട് ആര്? ഭാരതമാലാകാരനും സംഗ്രഹിക്കുന്നുണ്ട്. ഇനി ഈ വരി ഒന്ന് ഓർത്തിരിക്കുക. ഈ വരി ഏതിലാണ്?
ഇതിൽ ഈ പറയുന്ന പാർത്ഥസാരഥി വർണ്ണനയാണ് ഈ വരി എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഉരുവേഖണ്ഡേന എന്ന് പറയുന്ന വരി എഴുതിയെടുക്കുക. അതെന്താണ്? പാർത്ഥസാരഥി വർണ്ണനയാണ്. അത് ഏത് കൃതിയിലാണ് ഉൾപ്പെടുന്നത്? ഇതിലാണ്, ഭാരതമാലയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. മറ്റൊരു കാര്യം, ശ്രീകൃഷ്ണ രൂപധ്യാനം പ്രസ്തുത സന്ദർഭത്തിൽ ഉദ്ഭാവനം ചെയ്ത് മലയാളത്തിലെ ആദ്യത്തെ കവി ആരാണ്? ശങ്കരനാണ് എന്നുള്ളതാണ്. അത് ശ്രീകൃഷ്ണ രൂപധ്യാനം പ്രസ്തുത സന്ദർഭത്തിൽ നിന്ന് ഉദ്ഭാവനം ചെയ്തിട്ടുള്ള ആദ്യത്തെ മലയാള കവി ആരാണ്? ഈ പറയുന്ന ശങ്കരനാണ് എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം? എൻ കൃഷ്ണപിള്ളയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി ഭാരതമാലയുടെ ഒരു ഫലശ്രുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ വരി ഒന്ന് എഴുതി വയ്ക്കൂ. ഉരപ്പവ എന്ന് തുടങ്ങുന്ന ഈ വരി ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ അതെന്താണ്? ഭാരതമാലയുടെ ഫലശ്രുതിയാണ് ഈ വരിയിലുള്ളത് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം, ഭാരതമാല ഒന്നാം ഭാഗം എപ്പോഴാണ്? 1950 മുഖവുര എഴുതിയതാരാണ്? PK നാരായണ പിള്ളയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കുറച്ച് വരികൾ നോക്കൂ. പൊരുശില തന്നെ നമസ്കൃതി ചെയ്തതാ എന്ന് തുടങ്ങുന്ന ഈ വരി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ വരി ഏതിലേതാണ്? ഈ പറയുന്ന ഭാരതമാലയിലേതാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് കണ്ണശരാമായണമാണ്. കണ്ണശരാമായണം ആരാണ് എഴുതിയിരിക്കുന്നത്? കണ്ണശരാമായണം എഴുതിയിരിക്കുന്നത് രാമപ്പണിക്കരാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് കണ്ണശരാമായണം കണ്ടെത്തി പ്രസിദ്ധീകരിക്കുന്നത്. ഓർത്തിരിക്കുക, കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് കണ്ണശരാമായണം കണ്ടെത്തി പ്രസിദ്ധീകരിക്കുന്നത്. മറ്റൊന്ന്, ഭാഷാപോഷിണിയുടെ ആദ്യ ലക്കങ്ങളിൽ ബാലകാണ്ഡവും അയോധ്യാകാന്ഡത്തിൻ്റെ കുറേ ഭാഗങ്ങളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള കണ്ണശരാമായണം കണ്ടെത്തി ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് എവിടെയാണ്? ഭാഷാപോഷിണിയുടെ ആദ്യ ലക്കങ്ങളിൽ ആയിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ ബാലകാണ്ഡവും അയോധ്യാകാന്ഡത്തിൻ്റെ കുറേ ഭാഗങ്ങളുമാണ് പ്രസിദ്ധീകരിച്ചു വരുന്നത്. മറ്റൊന്ന്, ജനങ്ങളെ ഉത്തമ മനുഷ്യത്വത്തിലേക്ക് ഉന്നമിപ്പിക്കാനുള്ള രാമൻ്റെ നോട്ടം അതിൽ കാണാം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഭിപ്രായമാണ്. ആരുടേതാണ്? എൻ കൃഷ്ണപിള്ളയുടെ അഭിപ്രായമാണ്. എന്താണ്? ജനങ്ങളെ ഉത്തമ മനുഷ്യത്വത്തിലേക്ക് ഉന്നമിപ്പിക്കാനുള്ള രാമൻ്റെ നോട്ടമാണ് അതിൽ കാണുന്നത് എന്നുള്ളത് എൻ കൃഷ്ണപിള്ളയുടെ അഭിപ്രായമാണ്. മറ്റൊന്ന്, കണ്ണശരാമായണത്തിൻ്റെ ആവിർഭാവത്തോടെയാണ് സാഹിത്യത്തിലുള്ള ഈ പറയുന്ന ആധ്യാത്മിക ചിന്ത കേരളത്തിൽ ഉദയം കൊണ്ടത് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. രാമായണത്തിലെ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമാണ് ഏത്? ഈ കണ്ണശരാമായണം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമാണ് കണ്ണശരാമായണം. മറ്റൊന്ന്, എല്ലാ കാണ്ഡങ്ങളിലും കഥാഘടനയിൽ വലിയ മാറ്റമൊന്നും കൂടാതെ തന്നെ വാൽമീകിയെ അനുകരിച്ചാണ് കണ്ണശൻ ഈ രചന നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. വാൽമീകി രാമായണത്തിൻ്റെ തർജ്ജമയല്ല കണ്ണശരാമായണം. വാൽമീകി രാമായണം ഒരു ഉപജീവ്യ ഗ്രന്ഥമായിട്ടാണ് കണ്ണശൻ കരുതിയിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊരു കാര്യം, കൂത്ത്, കൂടിയാട്ടം, പാടകം എന്നീ കേരളീയ രംഗകലകളിലൂടെ ലഭിച്ച കാവ്യ സംസ്കാരമുണ്ടല്ലോ, അത് ഈ പറയുന്ന കണ്ണശരാമായണത്തിൽ വ്യാപകമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാമപണിക്കരുടെ മറ്റ് കൃതികളാണ്. നോക്കൂ, ഭാഗവതം, ഭാരതം, ശിവരാത്രി മഹാത്മ്യം തുടങ്ങിയവയാണ് രാമപണിക്കരുടെ മറ്റ് കൃതികൾ എന്ന് പറയുന്നത്. മറ്റു കുറച്ച് പോയിന്റുകൾ പറയാനുള്ളത്, മന്ദപ്രജ്ഞന്മാർക്കറിവാനായി മനുകൂല തിലകനുടെ വൃത്താന്തം എന്ന് പറയുന്ന ഒരു വരിയുണ്ട്. അത് അങ്ങനെ ഈ പറയുന്ന വരിയിൽ ആരംഭിക്കുന്ന കൃതിയാണ് ഏത്? ഈ പറയുന്ന കണ്ണശരാമായണം എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊന്ന്, ഡോക്ടർ ലീലാവതി ടീച്ചറുടെ അഭിപ്രായമാണ് രാമപ്പണിക്കരുടെ കൃതികളിൽ ഏറ്റവും മികച്ചത് ഏതാണ്? കണ്ണശരാമായണമാണ് എന്നുള്ളത്. ഇനി ഭാരതമാലയുടെ സംഗ്രഹപാഠവും ഭാവാത്മക വർണ്ണനയും ആ കാലഘട്ടത്തിൽ ഈ കൃതിക്ക് ഒരുപാട് പ്രയോജനങ്ങൾ, ഈ പറയുന്ന കൃതിക്ക് ഒരുപാട് വിജയങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഡോക്ടർ ലീലാവതി ടീച്ചറുടെ അഭിപ്രായത്തിൽ പെടുന്നതാണ്. മറ്റൊന്ന്, ഡോക്ടർ പി സേതുനാഥൻ്റെ വീക്ഷണമാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് നോക്കൂ, ശൈവ വൈഷ്ണവ മതങ്ങളെ സമന്വയിപ്പിക്കാൻ മലയാളത്തിൽ ആദ്യമായി ശ്രമിച്ച കവി എന്ന നിലയിലാണ് ഈ പറയുന്ന രാമപ്പണിക്കർ പ്രശസ്തനായത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ് കേട്ടോ. ആ ഒരു വീക്ഷണം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്താണ്? ശൈവ വൈഷ്ണവ മതങ്ങളെ സമന്വയിപ്പിക്കാൻ മലയാളത്തിൽ ആദ്യമായി ശ്രമിച്ച കവിയാണ് രാമപ്പണിക്കർ എന്നുള്ളത്.
മറ്റൊന്ന് പുതുശ്ശേരി രാമചന്ദ്രൻ്റെ ഒരു വിശേഷണമാണ്. എന്താണ്? കാച്ചിക്കുറുക്കിയെടുത്ത വാൽമീകി രാമായണത്തിൻ്റെ രൂപമാണ് കണ്ണശ രാമായണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കാച്ചിക്കുറുക്കിയെടുത്ത രാമായണത്തിൻ്റെ രൂപമാണ് കണ്ണശ രാമായണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനാണ്. മറ്റൊന്ന്, ആനന്ദത്തിൽ തുടങ്ങി പരമാനന്ദത്തിൽ അവസാനിക്കുന്ന ധ്വനി മര്യാദയിൽ രചിച്ച പ്രബോധക കാവ്യമാണിതെന്ന് പുതുശ്ശേരി രാമചന്ദ്രൻ മറ്റൊരു അഭിപ്രായം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എക്സ്ട്രാ ഒരു നോട്ടായിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, രാമചരിതത്തിൽ ആരംഭിച്ച രാമായണ കഥയുടെ പൂർണ്ണത കണ്ണശ രാമായണത്തിലാണ് കാണുന്നത് എന്നുള്ളത് ആരുടെ അഭിപ്രായമാണ്? എരുമേലി പരമേശ്വരൻ പിള്ളയുടെ അഭിപ്രായമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊന്ന്, വാൽമീകി രാമായണത്തിലെ 24,000 ശ്ലോകങ്ങൾ രാമപണിക്കർ എത്ര ഇതിലേക്ക് ചുരുക്കിയിട്ടുണ്ട്? 3059 പാട്ടുകളിലാക്കിയിട്ട് ചുരുക്കിയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതും ഓർത്തിരിക്കുക. മറ്റൊന്ന്, ഈ പറയുന്ന ഭാഗവതത്തെക്കുറിച്ചുള്ളൊരു വിമർശനമാണ് ഇനി പറയാനുള്ളത്. എന്താണെന്ന് നോക്കൂ. ശബ്ദനിഷ്കർഷം താരതമ്യേന ഭാഗവതത്തിൽ കുറവാണെന്നും രാമായണത്തിൻ്റെ ഗുണം അതിന് ഇല്ലെന്നുമുള്ളൊരു വിമർശനം ആരാണ് ഉന്നയിക്കുന്നത്? ഉള്ളൂരാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ശബ്ദനിഷ്കർഷം താരതമ്യേന ഭാഗവതത്തിൽ കുറവാണെന്നും രാമായണത്തിൻ്റെ ഒരു ഗുണം ഇല്ലെന്നും ഉള്ള അഭിപ്രായമുണ്ട്. അത് ഞാൻ അവിടെ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യം കൂടിയാണ്. അത് ഉള്ളൂരിൻ്റെതാണ് ആ അഭിപ്രായം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ചാണ്. ശിവനെ സ്തുതിച്ച് എഴുതിയിട്ടുള്ളൊരു കൃതിയാണ് എന്താ ശിവരാത്രി മഹാത്മ്യം എന്ന് പറയുന്നത്. അതിൽ 150 പാട്ടുകളാണുള്ളത്. മറ്റൊരു കാര്യം നോക്കൂ. ചണ്ഡാലകിയുമായുള്ള സുകുമാരൻ എന്ന ബ്രാഹ്മണൻ്റെ ബന്ധമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ഒന്നുകൂടെ ഓർത്തിരിക്കുക. ചണ്ഡാലകിയുമായുള്ള സുകുമാരൻ എന്ന ബ്രാഹ്മണൻ്റെ ബന്ധമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അത് ബ്രാഹ്മണ മേധാവിത്വത്തിന് നേരെയുള്ളൊരു വെല്ലുവിളി കൂടിയായിട്ട് ഈ കൃതി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു അവതരണത്തിൽ വരുന്ന പ്രത്യേകത? ചണ്ഡാലകിയുമായുള്ള സുകുമാരൻ എന്ന ബ്രാഹ്മണൻ്റെ ബന്ധമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. മറ്റൊരു ഏറ്റവും വലിയ ശിവരാത്രി മഹാത്മ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രാഹ്മണ മേധാവിത്വത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി ഇതിൽ പ്രകടമായിട്ട് കാണാമെന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ചണ്ഡാലകിയുമായിട്ട് ബ്രാഹ്മണനുമായിട്ടുള്ളൊരു പ്രണയമാണ് അതിൽ പ്രമേയമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം, വരേണ്യവർഗം വളർത്തിക്കൊണ്ടുവന്ന മലയാള സംസ്കാരത്തിൻ്റെ ഹൃദയത്തിലാണ് കണ്ണശൻ കത്തിവെച്ചത് എന്നുള്ള, അതായത് ഈ പറയുന്ന ശിവരാത്രി മഹാത്മ്യത്തിലൂടെ ഇത്തരത്തിലുള്ളൊരു വരേണ്യവർഗം വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഹൃദയത്തിൽ കണ്ണശൻ കത്തിവെച്ചിട്ടുള്ളത് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എരുമേലിയാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. മറ്റൊരു എരുമേലി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൽ ജാതിക്കെതിരായി നടന്ന ആദ്യത്തെ കടന്നാക്രമണമാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഈ ചോദ്യം. മലയാള സാഹിത്യത്തിൽ ജാതിക്കെതിരായ ആദ്യത്തെ കടന്നാക്രമണം എന്ന് ശിവരാത്രി മഹാത്മ്യത്തെ വിശേഷിപ്പിച്ചതാരാണ്? എരുമേലിയാണ്. ഇനി കുറച്ച് പോയിന്റുകൾ നോക്കൂ. രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛൻ്റെ കൃതികളിലേക്കുള്ള ഭാഷാ സാഹിത്യത്തിൻ്റെ ഒരു പരിണാമ പ്രക്രിയയിലെ ഇടത്താവളമാണ് എൻ കൃഷ്ണപിള്ള എന്ന് നമ്മൾ മുന്നേ സൂചിപ്പിച്ചു. ഒന്നും കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ്. മറ്റൊന്ന്, ആശയം, പ്രതിനിധാനം, ഭാഷാ മൂല്യബോധം, സൗന്ദര്യം തുടങ്ങിയവ ഈ പറയുന്ന ഈ കണ്ണശ കൃതികളുടെ ഒരു പരിവർത്തന ദശയെ കുറിക്കുന്നതാണ്. മറ്റൊന്ന്, ഗീതയിലെ ശ്ലോകങ്ങളുടെ അർത്ഥഭാരം യത്നമായി വഹിക്കാൻ അന്നേ മലയാള ഭാഷയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവാണ് എന്ത്? ഭാഷാ ഭഗവത്ഗീത എന്നുള്ളത്. ഇത് എരുമേലിയുടെ അഭിപ്രായമാണ്, ഓർത്തിരിക്കുക. മലയാളത്തിലെ ഭക്തി സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളാണ് ഇവർ എന്നുള്ളൊരു വിശേഷണം കൂടി പറയുന്ന കണ്ണശ കവികൾക്ക് ഉണ്ട്. മറ്റൊന്ന്, ഭക്തി എന്ന് പറയുന്നത് എന്താണ്? 2 തരത്തിലുണ്ട്. ഒന്നെന്താണ്? ഈ പറയുന്ന സഗുണോപാസനയാണ്. അതായത് ഈശ്വരനെ സഗുണനായിട്ട് ആരാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. എന്നാൽ നിരണം കവികൾ ഏതിലാണ് പെടുന്നത്? ഇതിലാണ് പെടുന്നത്. എന്നാൽ ഇതൊന്നും മാറി ഭക്തി മറ്റൊരു രീതിയിലുണ്ട്. നിർഗുണോപാസന എന്ന് പറഞ്ഞൊരു ഭക്തി വരുന്നുണ്ട്. അതിലല്ല ആര് ഉൾപ്പെടുന്നത്? ഈ പറയുന്ന നിരണം കവികൾ ഉൾപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊന്ന്, ജ്ഞാനഭക്തി യോഗങ്ങളുടെ പ്രചാരണ ഉദ്ദേശത്തോടെ രചിച്ച കേരള ഭാഷാകൃതി പരിജ്ഞാനമാണ് ജീവിത ലക്ഷ്യം എന്നതാണ് അവരുടെ പ്രമാണം. അതായത് ഈ പറയുന്ന ഭാഷയിലൂടെ ഈ പറയുന്ന ഒരു പരിണാമം അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. എന്താണ്? ജ്ഞാനഭക്തി യോഗങ്ങളുടെ പ്രചാരണ ഉദ്ദേശത്തോടെ രചിച്ചിട്ടുള്ള ഈ പറയുന്ന
കേരള ഭാഷാകൃതി എന്താണ്, അതായത് ഒരു പരിജ്ഞാനമാണ് അവർ ജീവിത ലക്ഷ്യമായിട്ട് കാണുന്നത് എന്നുള്ളത് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ ടി.വി. വേലായുധനാണ്. മറ്റൊരു കാര്യം, ഉപരിവർഗ കവികളുടെ സാഹിത്യ വിനോദമായിരുന്ന മണിപ്രവാളത്തിനുള്ള ഒരു തിരിച്ചടിയാണ് ഈ പറയുന്ന കണ്ണശകൃതികൾ എന്ന് പറയുന്നത്. മറ്റൊന്ന്, അറിഞ്ഞിരിക്കേണ്ട, നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്, വാൽമീകി രാമായണം ഉപജീവിച്ചെഴുതിയൊരു സ്വതന്ത്ര കൃതിയാണ് കണ്ണശരാമായണം. മറ്റൊന്ന്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കാച്ചിക്കുറുക്കിയ വാൽമീകി രാമായണം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? പുതുശ്ശേരി രാമചന്ദ്രനാണ്. കണ്ണശന് ഓക്കെ. ഇനി നോക്കൂ, ഈ ഒരു പോയിൻ്റ്, അടുത്ത നമ്മൾ പറയാൻ പോകുന്ന പുതുശ്ശേരി രാമചന്ദ്രൻ്റെ പോയിൻ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കണ്ണശൻ്റെ പഴന്തുണി പശയിട്ട് തേച്ചെടുത്തതാണ് എഴുത്തച്ഛൻ്റെ കോടിപ്പുടവ എന്ന് ഒരു അഭിപ്രായം പറഞ്ഞത് ആരാണ്? പുതുശ്ശേരി രാമചന്ദ്രനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നോക്കൂ, പാട്ടിന് ലീലാതിലകൻ നൽകിയ ലക്ഷണത്തിൽ നിന്നും മോചിപ്പിച്ച് സംസ്കൃതത്തോട് മൗലികമായി ബന്ധപ്പെടുത്തുന്നുണ്ട് ഇവർ. ചെന്തമിഴിൽ നിന്ന് മാറി കുറേ കൂടി സമ്പന്നമായ സംസ്കൃതത്തിൻ്റെ കൈകളിലേക്ക് ഊർന്നു വീണ പരിവർത്തന ദശയാണ് ഈ പറയുന്ന നിരണം കവികൾ കുറിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അവർ സ്വീകരിച്ച വൃത്തരീതി എന്താണ് അറിയപ്പെടുന്നത്? നിരണം വൃത്തം എന്നാണ് അറിയപ്പെടുന്നത്. അവർ സ്വീകരിച്ച വൃത്തരീതി എന്താണ് അറിയപ്പെടുന്നത്? നിരണം വൃത്തം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ തന്നെ ഏത് വൃത്തമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? തരങ്കിണി വൃത്തമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാക്കി ഏതൊക്കെയാണ് വൃത്തങ്ങളെന്ന് നോക്കൂ. കുറത്തിയുണ്ട്, ഇന്ദുവദനയുണ്ട്, മണികാഞ്ചിയുണ്ട്, മല്ലികയുണ്ട്. അപ്പോൾ തരങ്കിണി വൃത്തമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടി കുറത്തി, ഇന്ദുവദന, മണികാഞ്ചി, മല്ലിക തുടങ്ങിയ വൃത്തങ്ങൾ കൂടി ബാക്കി അവർ ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന്, കേരള സംസ്കാരത്തിലും മലയാള സാഹിത്യത്തിലും നവോത്ഥാന മുഴക്കം ആദ്യമായി കേട്ടത് ഈ പറയുന്ന കണ്ണശ കൃതികളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കണ്ണശൻ കൃതികൾ ദ്രവിഡ സംഘാതാക്ഷര നിബന്ധ പദങ്ങൾ, സംസ്കൃത തത്സമങ്ങൾ, തൽഭവങ്ങൾ, വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ, മലയാള പ്രത്യയം ചേർന്ന സംസ്കൃത പദങ്ങൾ എന്നിവയൊക്കെ ഇടകലർന്നൊരു മിശ്ര ഭാഷയിലാണ് ഈ പറയുന്ന കൃതികൾ രചിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത് രാമകഥാപാട്ടിനെ കുറിച്ചാണ്. ജനകീയ ഗാന മഹാകാവ്യം എന്നാണ് രാമകഥാപാട്ട് പൊതുവിൽ അറിയപ്പെടാറുള്ളത്. എന്താണ്? ജനകീയ ഗാന മഹാകാവ്യം എന്നാണ് രാമകഥാപാട്ട് അറിയപ്പെടാറുള്ളത്. അവ്വാട് തുറ അയ്യപ്പിള്ള ആശാനാണ് രാമകഥാപാട്ടിൻ്റെ കർത്താവ്. ആരാണ്? അവ്വാട് തുറ അയ്യപ്പിള്ള ആശാനാണ് രാമകഥാപാട്ടിൻ്റെ കർത്താവ്. അതിൻ്റെ കാലം, രചനയുടെ കാലം എന്താണ്? ക്രിസ്തു വർഷം 1400 അടുത്താണ് ഈ പറയുന്ന രാമകഥാപാട്ടിൻ്റെ രചന എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മലയാള സാഹിത്യത്തിലെ പൂർണ്ണമായ ആദ്യത്തെ ഒരു രാമായണ കൃതി ഏതാണ്? ഈ പറയുന്ന രാമകഥാപാട്ടാണ്. ഇതിൻ്റെ താഴിയോലകൾ എവിടെ നിന്നാണ് കണ്ടെടുക്കുന്നതെന്ന് നോക്കൂ. കുഴിത്തുറ പെരുങ്കടവിളയിൽ നിന്നുമാണ് ഇതിൻ്റെ താഴിയോലകൾ കണ്ടെടുക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് താഴിയോലകൾ കണ്ടെടുത്ത് പ്രസിദ്ധീകരിക്കുന്നത്? PK നാരായണപിള്ള 1970 ഭാഷാപരിമളം എന്ന പേരിലാണ് ഭാഷാപരിമളം എന്ന പേരിലാണ് ഇതിൽ പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊരു കാര്യം, രാമകഥാപാട്ടിൻ്റെ സ്വാധീനം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. താഴിയോല എവിടെ നിന്ന് കണ്ടെടുത്തു, എങ്ങനെ ഇതിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. മറ്റൊന്ന്, രാമകഥാപാട്ടിൻ്റെ സ്വാധീനം നമുക്ക് പൊതുവെ ഈ പറയുന്ന കണ്ണശരാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് രാമകഥാപാട്ടിന് ഉപയോഗിച്ചിട്ടുള്ള വൃത്തം എന്ന് പറയുന്നത്? ദ്രാവിഡ വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ എങ്ങനെയാണ്? 279 ഭാഗങ്ങളും 3163 ശീലുകളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊരു കാര്യം, വിരുദ്ധമായും പാട്ടുമായും കാവ്യം രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പകുതിയിലധികവും ഈ രാമകഥാപാട്ടിൽ എന്താണുള്ളത്? യുദ്ധവർണ്ണനയാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട റിപ്പീറ്റഡ് ചോദ്യത്തിൽ ഒന്നാണ് ഈ പറയുന്ന ചന്ദ്രവളയം എന്ന വാദ്യോപകരണം ഉപയോഗിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാമകഥപ്പാട്ട് പാടുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വാദ്യോപകരണം ഏതാണെന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. ഏത് പാട്ടാണ് ഈ ഉപകരണം ഉപയോഗിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിൽ പാടാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ രാമകഥാപാട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊന്ന്, ചെന്തമിഴും തൽഭവുമായി സംസ്കൃത പദങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കുക. മറ്റൊന്ന്, നാടകീയത, നർമ്മബോധം, വർണ്ണന, വീരരസം, ധ്വനി, പ്രാസം തുടങ്ങിയവ എന്താണ്? ഈ പറയുന്ന രാമകഥാപാട്ടിൻ്റെ സാഹിത്യ ഗുണങ്ങളാണ്. നാടകീയതയുണ്ട്, നർമ്മബോധമുണ്ട്, വർണ്ണനയുണ്ട്, വീരരസമുണ്ട്, ധ്വനിയുണ്ട്, പ്രാസങ്ങളുണ്ട്. അപ്പോൾ എന്താണ്? ഇതൊക്കെ ഇവയുടെ സാഹിത്യ ഗുണങ്ങളാണ്.
ഇനി ഈ പറയുന്ന അയ്യപ്പിള്ള ആശാന് എന്തുകൂടി അറിയപ്പെടുന്നുണ്ട്? കോവളം കവികൾ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അയ്യപ്പിള്ള ആശാൻ കോവളം കവികൾ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് കണ്ണശ്ശന് 50 വർഷവും അതോടൊപ്പം തന്നെ എഴുത്തച്ഛന് എത്ര വർഷമാണ്? 100 വർഷവും മുമ്പ് ജീവിച്ചൊരു വ്യക്തിയാണ് ആര്? ഇദ്ദേഹം എന്ന് പറയുന്നത്. രാമചരിതത്തിനും കണ്ണശ്ശകൃതികൾക്കും ഇടയിൽ ആണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രാമകഥാപാട്ട് രചിക്കപ്പെടുന്നത്. മറ്റൊന്ന് പാന, താരാട്ട്, കുറത്തി, കുമ്മി, പറയന്തുള്ളൽ, ഊനകാകളി, പുലവൃത്തം തുടങ്ങിയ ദ്രാവിഡ വൃത്തങ്ങളിൽ ഇവ രചിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? താരാട്ട്, പാന, കുറത്തി, കുമ്മി, പറയന്തുള്ളൽ, ഊനകാകളി, പുലവൃത്തം തുടങ്ങിയ ദ്രാവിഡ വൃത്തങ്ങളിൽ ഇത് രചിക്കുന്നുണ്ട്. തമിഴിലെ പാതാള രാമായണത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇതിൽ ഉൾച്ചേരുന്നുണ്ട്. രാമകാവ്യം എന്നാണ് ഈ പറയുന്ന അയ്യപ്പിള്ള ആശാന് ഇതിന് നൽകിയ രാമകഥാപാട്ടിന് നൽകിയ പേരെന്താണ്? രാമകാവ്യം എന്നുള്ളതാണ്. മറ്റൊന്ന് കളഞ്ഞു കിട്ടിയ നിധി എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത് ആരാണ്? പി കെ നാരായണപിള്ളയാണ്. എന്നാൽ രാമചരിതത്തിന് കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗുണ്ടർട്ടാണ്. ഓക്കെ, ഈ പറയുന്ന രാമകഥാപാട്ടിനെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചത് പി കെ നാരായണപിള്ളയാണ്, മാറിപ്പോവരുത്. മലയാളത്തിലെ ഏക മുത്തമിഴ് കാവ്യമാണ് എന്നതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആരാണ്? പി കെ നാരായണപിള്ള. മലയാളത്തിലെ ഏക മുത്തമിഴ് കാവ്യം എന്നുകൂടി ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. തെക്കൻ പാട്ടുകളിൽ നടുനായകത്വമുള്ളതാണ് രാമകഥാപാട്ട് എന്നുള്ളൊരു അഭിപ്രായം ആരുടേതാണ്? ഉള്ളൂരിൻ്റേതാണ്. തെക്കൻ പാട്ടുകളിൽ നടുനായകത്വമുള്ളതാണ് രാമകഥാപാട്ട് എന്നുള്ളത് പറഞ്ഞത് ഉള്ളൂരാണ്. മറ്റൊരു ഉള്ളൂരിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് വാമൊഴിയുടെ പ്രാചീന രൂപമാണ് ഈ പറയുന്ന രാമകഥാപാട്ടിലെ ഭാഷ എന്ന് കാണുന്നത്. അതായത് വാമൊഴിയുടെ പ്രാചീന രൂപമാണ് രാമകഥാപാട്ടിലെ ഭാഷ എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? ഉള്ളൂരിൻ്റേതാണ്. മറ്റൊന്ന് ARൻ്റെ അഭിപ്രായമാണ് രാമചരിതത്തിൻ്റെ വഴി പിടിച്ചുണ്ടായ പാട്ട് എന്നുള്ളതാണ് AR ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. രാമചരിതത്തിൻ്റെ വഴി പിടിച്ചുണ്ടായ പാട്ട് എന്നാണ് AR ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഭാരതം പാട്ടാണ്. ഭാരതം പാട്ട് എഴുതിയിട്ടുള്ളത് അയ്യനപ്പിള്ള ആശാനാണ്. തനി മലയാളത്തിൻ്റെ ശൈലിയിലാണ് അതിൻ്റെ രചന വരുന്നത്. ഭാരതം കഥയാണ് അതിൻ്റെ ഇതിവൃത്തമായിട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് ഭാരതദീപിക എന്ന പേരിൽ, ഈ ഭാരതം പാട്ട് ഭാരതദീപിക എന്ന പേരിൽ വ്യാഖ്യാനിച്ച് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ഡോക്ടർ പി കെ നാരായണപിള്ളയാണ്. ഭാരതദീപിക എന്ന പേരിൽ വ്യാഖ്യാനിച്ച് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ഡോക്ടർ പി കെ നാരായണപിള്ളയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊന്ന് ദ്വിഭാഷാ പ്രദേശത്തെ മിശ്ര ഭാഷയാണ് രാമകഥപ്പാട്ടിലെ ഭാഷ എന്നുള്ളൊരു അഭിപ്രായം N കൃഷ്ണപിള്ള പറയുന്നുണ്ട്. അതായത് ദ്വിഭാഷാ പ്രദേശത്തെ മിശ്ര ഭാഷയാണ് രാമകഥാപാട്ടിലെ ഭാഷ എന്നുള്ളൊരു അഭിപ്രായം ആരുടേതാണ്? N കൃഷ്ണപിള്ളയുടേതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് പയ്യന്നൂർ പാട്ടാണ്. വില്യം ലോഗൻ ഇതിന് എന്താണ് പറയുന്നത്? പയ്യന്നൂർ പട്ടോല എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. വില്യം ലോഗൻ ഇതിനെ പയ്യന്നൂർ പട്ടോല എന്ന് വിളിക്കാറുണ്ട്. വടക്കൻ പാട്ടിൻ്റെ ശൈലിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. 1834 ഗുണ്ടർട്ടാണ് ഈ ഗ്രന്ഥം കണ്ടെടുക്കുന്നത്. 1834 ഗുണ്ടർട്ടാണ് ഈ ഗ്രന്ഥം കണ്ടെടുക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. മറ്റൊന്ന് താൻ കണ്ട മലയാള കൃതികളിൽ ഏറ്റവും പ്രാചീനമായത് ഏതാണ്? ഈ പറയുന്ന പയ്യന്നൂർ പാട്ടാണ് എന്നുള്ളത് ഗുണ്ടർട്ടിൻ്റെ അഭിപ്രായമാണ്. മറ്റൊന്ന് പാട്ട് പൂർണ്ണമായി ഈ പറയുന്ന ഏത് പാട്ട്? പയ്യന്നൂർ പാട്ട് പൂർണ്ണമായിട്ട് എവിടെ നിന്നാണ് കണ്ടെടുക്കുന്നത്? ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിൽ നിന്നാണ് ഇത് കണ്ടെടുക്കുന്നത്. ആരാണ് കണ്ടെടുക്കുന്നത്? പ്രൊഫസർ സ്കറിയ സക്കറിയയാണ് കണ്ടെടുക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ട്യൂബിംഗൻ സർവകലാശാലയിൽ നിന്ന് കണ്ടെടുത്ത പാട്ട് ഏതാണ്? പയ്യന്നൂർ പാട്ടാണ്. ആരാണ് കണ്ടെത്തിയത്? പ്രൊഫസർ സ്കറിയ സക്കറിയയാണ് കണ്ടെടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊന്ന് ക്രിസ്തുവർഷം 13-14 ശതകത്തിലാണ് ഇതിൻ്റെ രചന എന്നുള്ളതാണ് ഉള്ളൂരിൻ്റെ അഭിപ്രായം. ഇതിൻ്റെ ഒരു നായിക ആരാണ് എന്ന് നോക്കൂ. ശിവപേരൂർക്കാരിയായിട്ടുള്ള നീലകേശിനിയാണ് ഇതിലെ നായിക എന്ന് പറയുന്നത്. ഇതിലുള്ള പരാമർശങ്ങൾ, ഒരുപാട് പരാമർശങ്ങൾ ഇതിലുണ്ട്. അതിൽ ഒന്നാമത്തെ പരാമർശം എന്ന് പറയുന്നത് കപ്പൽ നിർമ്മാണ കേന്ദ്രമായിട്ടുള്ള, അതായത് കച്ചിൽ പട്ടണത്തിൻ്റെ ഒരു കപ്പൽ നിർമ്മാണ കേന്ദ്രം അല്ലെങ്കിൽ ഒരു വ്യാപാരം നടന്ന ഒരു പട്ടണത്തിൻ്റെ ഒരു പരാമർശമുണ്ട്. അതേതാണ്? കച്ചിൽ പട്ടണത്തിൻ്റെ പരാമർശമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണിത്. മറ്റൊന്ന് നമ്പുചെട്ടി, ഭിക്ഷുണി, അഷ്ടമിച്ചാൽ ഭഗവതി ക്ഷേത്രം, മാടായിക്കാവിലെ ദീപവും തിരിയും കൊണ്ടുവരൽ തുടങ്ങിയ ചടങ്ങുകളെ കുറിച്ചിട്ടുള്ള പരാമർശം കൂടി ഇവയിലുണ്ട്. അതായത് നമ്മൾ ഇപ്പം ഇനി ഉണ്ണിനീല് സന്ദേശമായാലും ഇനി ഏത്
കൃതികൾ നമ്മൾ പഠിക്കുമ്പോഴും പ്രാചീനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ എന്തൊക്കെ പരാമർശങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതിൽ എന്തൊക്കെ പരാമർശങ്ങളാണുള്ളത്? നമ്പുചെട്ടി, ഭിക്ഷുണി, അഷ്ടമിച്ചാൻ ഭഗവതി ക്ഷേത്രം, മാടായിക്കാവിലെ ദീപവും തിരിയും, കൊണ്ടുവരൽ ചടങ്ങ് തുടങ്ങിയവയൊക്കെ ഇതിൽ പരാമർശമുണ്ട്, പയ്യന്നൂർ പാട്ടിൽ പരാമർശമുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റുള്ള കുറച്ച് പരാമർശങ്ങൾ നോക്കൂ. പ്രാചീന കാലത്തെ കച്ചവട സംഘങ്ങളായിട്ടുള്ള ആരൊക്കെയാണ്? 5 വണ്ണന്മാർ. അതായത് ജൂത കച്ചവട സംഘങ്ങളെയാണ് പൊതുവെ നമ്മൾ എന്താ പറയുക, 5 വണ്ണക്കാരെന്ന് പറയാറുള്ളത്. പിന്നെ മണിഗ്രാമക്കാർ എന്താണ്? ക്രിസ്ത്യാനി കച്ചവട സംഘത്തിനെയാണ് നമ്മൾ മണിഗ്രാമക്കാർ എന്ന് പറയാറുള്ളത്. വളഞ്ചിയാർ എന്താണ്? വിദേശ വ്യാപാരം നടത്തുന്നവരെയാണ് വളഞ്ചിയാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പട്ടണ സ്വാമികളുണ്ട്. എന്താണ്? ദക്ഷിണേന്ത്യൻ വ്യാപാരികളെയാണ് നമ്മളെന്ത് പറയുന്നത്? പട്ടണസ്വാമികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നാനാദേശികൾ തുടങ്ങിയിട്ടുള്ള വിവിധ വ്യാപാര സംഘങ്ങളെക്കുറിച്ചിട്ടുള്ള പരാമർശം കൂടി എന്തിലുണ്ട്? ഈ പറയുന്ന പയ്യന്നൂർ പാട്ടിലുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി കച്ചിൽ പട്ടണം എന്ന് നമ്മൾ പറഞ്ഞു. കച്ചില എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രം എന്നുള്ളതാണ്. അതായത് വടക്കേ മലബാറിലെ അക്കാലത്തെ വസ്ത്രനിർമ്മാണ കേന്ദ്രമാണ് എന്ത്? ഈ പറയുന്ന കച്ചിൽ പട്ടണം എന്ന് പറയുന്നത്. കച്ചില എന്ന് പറയുന്നത് വസ്ത്രമാണ്. അതുകൊണ്ട് കച്ചിൽ പട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? വടക്കേ മലബാറിലെ അക്കാലത്തെ വസ്ത്രനിർമ്മാണ കേന്ദ്രമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊന്ന്, സാമൂഹിക ആചാരങ്ങളും പയ്യന്നൂർ പാട്ടിൽ നിന്ന് പല സാമൂഹിക ആചാരങ്ങളും ലഭിക്കുന്നുണ്ട്. പയ്യന്നൂർ പാട്ടുമായിട്ട് ഈ പറയുന്ന നീലകേശിനിയാണ് ഇതിലെ നായിക എന്ന് പറഞ്ഞു. ഈ പയ്യന്നൂർ പാട്ടുമായിട്ട് നീലകേശിനി പാട്ടിന് വളരെ സാമ്യമുണ്ട് എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? പി ആൻ്റണിയുടെ അഭിപ്രായമാണ്. പയ്യന്നൂർ പാട്ടുമായിട്ട് നീലകേശിനി പാട്ടിന് വളരെയധികം സാമ്യമുണ്ട് എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? പി ആൻ്റണിയുടേതാണ്. പയ്യന്നൂർ പാട്ട്, ഇനി കുറച്ച് ഫാക്റ്റുകൾ നോക്കൂ. പയ്യന്നൂർ പാട്ട് പ്രസിദ്ധീകരിച്ചത് ആരാണ്? പി ആൻ്റണിയാണ്. പയ്യന്നൂർ പാട്ടും വളഞ്ചേരും എന്ന കൃതി എഴുതിയിട്ടുള്ളത് ആരാണ്? ടി. കെ. പൊതുവാളാണ്. മറ്റൊന്ന്, പയ്യന്നൂർ പാട്ടും സംസ്കാരവും എഴുതിയിട്ടുള്ളത് ആരാണ്? ടി. പവിത്രനാണ്. മറ്റൊന്ന്, പയ്യന്നൂർ പാട്ട് ഒറ്റ നോട്ടത്തിൽ എന്ന കൃതി എഴുതിയിട്ടുള്ളത് ആരാണ്? എസ്. ഗുപ്തൻ നായരാണ്. പയ്യന്നൂർ പാട്ട് ഒറ്റ നോട്ടത്തിൽ എന്ന കൃതി എഴുതിയിട്ടുള്ളത് ആരാണ്? എസ്. ഗുപ്തൻ നായരാണ്. പയ്യന്നൂർ പാട്ടിന് പശ്ചാത്തല വിചാരം നൽകിയിട്ടുള്ളത് ആരാണ്? വിചാരം എന്ന കൃതി എഴുതിയിട്ടുള്ളത് ആരാണ്? MGS നാരായണ മേനോനാണ്. കൃതികൾ മാറിപ്പോവാതിരിക്കുക. പയ്യന്നൂർ പാട്ടിൻ്റെ പശ്ചാത്തല വിചാരം MGS നാരായണനാണ്. പയ്യന്നൂർ പാട്ട് ഒറ്റ നോട്ടത്തിൽ എസ്. ഗുപ്തൻ നായരാണ്. മറ്റൊരു കൃതി എന്ന് പറയുന്നത് ധാരികനെ കൊന്ന കാളി തന്നെ മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് ധാരികനെ കൊന്ന കാളി തന്നെയാകാം ഈ നീലകേശിനി എന്നുള്ളൊരു അഭിപ്രായമാണ്. അതാരുടേതാണ്? MV വിഷ്ണു നമ്പൂതിരിയുടേതാണ്. ധാരികനെ കൊന്ന കാളി തന്നെയാണ് ഈ പറയുന്ന നീലകേശിനി എന്നുള്ള അഭിപ്രായം MV വിഷ്ണു നമ്പൂതിരിയുടേതാണ്. ഇനി ഏറ്റവും നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് തിരുനിഴൽ മാലയെക്കുറിച്ചിട്ടാണ്. തിരുനിഴൽ മാല റിപ്പീറ്റഡ് UGC ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നൊരു ഭാഗം കൂടിയാണ് തിരുനിഴൽ മാല എന്ന് പറയുന്നത്. തിരുവാറന്മുള അപ്പന് മഹാത്മ്യം, അതായത് തിരുവാറന്മുള അപ്പൻ്റെ മഹാത്മ്യം പ്രകീർത്തിക്കുന്ന കൃതി ഏതാണ്? ഈ പറയുന്ന തിരുനിഴൽ മാലയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റ് കൂടിയാണത്, ഓർത്തിരിക്കുക. മറ്റൊന്ന്, ക്രിസ്തുവർഷം 1200-നും 1300-നും ഇടയിലാണ് ഇതിൻ്റെ രചനാകാലം എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? ഡോക്ടർ MM പുരുഷോത്തമൻ നായരുടേതാണ്. 1981 ഈ കാവ്യം MM പുരുഷോത്തമൻ നായർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 1900 വർഷം നോക്കൂ. 1981 MM പുരുഷോത്തമൻ നായർ ഈ കാവ്യം പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ ഇത് കണ്ടെടുക്കുന്നത് ആരാണ്? അതായത് പ്രസിദ്ധീകരിക്കുന്നതും കണ്ടെടുക്കുന്നത് രണ്ടാളാണ്. അത് നോട്ട് ചെയ്യുക. കണ്ടെടുക്കുന്നത് വെള്ളൂർ ചാമക്കാവ് ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ് കണ്ടെടുക്കുന്നത്. അതായത് ഈ പറയുന്ന MM പുരുഷോത്തമൻ നായർ ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് മുന്നേ ഇത് കണ്ടെടുക്കുന്നത് എവിടെയാണ് നോക്കൂ. ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ്. എവിടെയുള്ളതാണ്? വെള്ളൂർ ചാമക്കാവ് ദേവസ്വത്തിൽ നിന്ന് കണ്ടെടുത്ത കൃതി ഏതാണെന്ന് ചോദിക്കുമ്പോൾ തിരുനിഴൽ മാലയാണ്. 1981 അദ്ദേഹം കാവ്യം പ്രസിദ്ധീകരിക്കുന്നത്. മറ്റൊന്ന്, കോവിന്ദനാണ് ഇതിൻ്റെ രചയിതാവ് എന്നുള്ളൊരു അഭിപ്രായം പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രാചീന പദങ്ങളും പ്രയോഗങ്ങളും ഇതിൽ ധാരാളം ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ദ്രമിഡ സംഘാത പാഠം ഇത് പാലിക്കുന്നുണ്ട്. ചെന്തമിഴും നാടൻ സംസ്കൃത പദങ്ങളും ഇതിൽ ചേരുന്നുണ്ട്. 3 ഭാഗങ്ങളിലായിട്ടാണ് ഈ പറയുന്ന തിരുനിഴൽ മാല രചിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർക്കുക. ഏതൊക്കെയാണ് 3 ഭാഗങ്ങൾ? ഒന്നാമത്തെ ഭാഗത്തിൽ ദേവതാ സ്തുതികളാണ് വരുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ ഈ പറയുന്ന തൂവലൊഴിയും നാഗൂറും. ഈ തൂവലൊഴിയും നാഗൂറും എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ചോദ്യമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതെന്താണ് തൂവലൊഴിയും നാഗൂറും എന്ന് പറഞ്ഞാൽ? ദോഷം മാറ്റാൻ പാടുന്ന ഒരു നാവേറ് പാട്ടാണ് ഇത്. ദോഷം മാറ്റാൻ പാടുന്ന നാവേറ് പാട്ടാണ് ഈ പറയുന്ന തൂവലൊഴിയും നാഗൂറും എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാർട്ടിൽ എന്താണ് വരുന്നത്? മലയർ അർപ്പിക്കുന്ന ബലിയാണ്. അതായത് 3 പാർട്ടായിട്ടാണ് രചിക്കുന്നത്. ഒന്നിൽ ദേവതാസ്തുതികൾ, മറ്റൊന്നിൽ തൂവലൊഴിയും നാഗൂറും, മൂന്നാമത്തത് മലയർ
അർപ്പിക്കുന്ന ബലി എന്നിങ്ങനെയാണ് വരുന്നത്. മറ്റൊന്ന് നോക്കൂ, ഈ പറയുന്ന തിരുവാറന്മുളയപ്പന് മലയർ അർപ്പിക്കുന്ന ബലിയാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. അതും റിപ്പീറ്റഡ് ചോദ്യമാണ്, ഒന്ന് ഓർത്തിരിക്കുക. മറ്റൊന്ന്, ഇതിൽ ആകെ 97 പാട്ടുകളാണുള്ളത്. അതിൽ എത്ര ഈരടികളുണ്ട്? 539 ഈരടികളും 97 പാട്ടുകളുമാണുള്ളത്. 539 ഈരടികളും 97 പാട്ടുകളുമാണുള്ളത്. ഒന്നാം ഭാഗത്തിൽ കേരളോൽപ്പത്തിയാണ് വരുന്നത്. കേരളോൽപ്പത്തി, അതോടൊപ്പം തന്നെ ഭാരതകാണ്ഡം, ചേരരാജ്യം, 4 തളികൾ, 64 ഗ്രാമങ്ങൾ, ആറന്മുള ഗ്രാമവർണ്ണനകൾ, അതോടൊപ്പം തന്നെ എൺമർ സാമന്തർ എന്നിവയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള പരാമർശങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഒന്നാം ഭാഗത്തിൽ കേരളോൽപ്പത്തി വരുന്നുണ്ട്, ഭാരതകാണ്ഡം വരുന്നുണ്ട്, ചേരരാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, 4 തളിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, 64 ഗ്രാമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആറന്മുള ഗ്രാമത്തിൻ്റെ വർണ്ണനയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൺമർ സാമന്തർ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് നോക്കൂ. രണ്ടാം ഭാഗത്തിൽ എന്തൊക്കെയാണ്? ദേവന്മാർ, ദേവിമാർ, ഇന്ദ്രൻ, വരുണൻ, യമൻ, ആദിത്യൻ, കുബേരൻ, ശിവൻ, ഉർവശി, മേനക, തിലോത്തമ, ഋഷിമാർ, മലയന്മാർ, ഊരാളികൾ, തളിയന്മാർ, അങ്ങനെ മനുഷ്യർ തുടങ്ങിയവയൊക്കെ ഇവർ രണ്ടാം ഭാഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ പറയുന്ന ബലിയിലുള്ള കർമ്മി എന്ന് പറയുന്നത് ആരാണ്? മലയർ തന്നെയാണ്. മലയർ അർപ്പിക്കുന്ന ബലിയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഈ ബലി എന്നുള്ളത് കൊണ്ട് എന്താണ്? നിഴൽ എന്നതാണ്. നിഴൽ എന്നാൽ എന്താണ്? ബലി എന്നുള്ളതാണ്. തമിഴിൽ അനുഗ്രഹം എന്നാണ് ഈ പറയുന്ന നിഴൽ എന്നതിൻ്റെ അർത്ഥം. നിഴൽ എന്നാൽ ബലി എന്നാണ് മലയാളത്തിൽ. തമിഴിൻ്റെ അർത്ഥം എന്താണ്? തമിഴ് ഇതിൻ്റെ അർത്ഥം അനുഗ്രഹം എന്നുള്ളതാണ്. മറ്റൊന്ന്, എരുമേലിയുടെ ഒരു വിശേഷണമാണ് മനുഷ്യദേവ സംഗമത്തിൻ്റെ ഉത്സവത്തിമിർപ്പ് എന്നീ രണ്ടാം ഭാഗത്തെ വിശേഷിപ്പിക്കുന്നത് ആരാണ്? എരുമേലിയാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. മനുഷ്യദേവ സംഗമത്തിൻ്റെ ഉത്സവത്തിമിർപ്പ് എന്നീ രണ്ടാം ഭാഗത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എരുമേലിയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കൂ. തൂവലൊഴിയും ഈ നാഗൂറും എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു. അത് ഈ ഇതിൽ തൂവലൊഴി നടത്തുന്നത് ആരാണ്? ദേവന്മാരും ദേവിമാരുമാണ്. തൂവലൊഴിയിൽ നടത്തുന്നത് ആരാണ്? ദേവന്മാരും ദേവിമാരുമാണ്. എന്നാൽ നാഗൂർ നടത്തുന്നത് ആരാണ്? മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന മനുഷ്യദേവ സംഗമത്തിൻ്റെ ഉത്സവ തിമിർപ്പ് എന്നുള്ളൊരു വിശേഷണം അവിടെ വരാൻ കാരണമുള്ളത്. ഇനി മറ്റൊന്ന്, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയച്ചി ചരിതം എന്നിവയുമായിട്ട് സാമ്യമുള്ള ഒരു ഭാഗമാണ് ഏത് ഭാഗം? അതിൽ വരുന്ന ഈ പറയുന്ന അർദ്ധനാരീശ്വരി വർണ്ണന എന്നുള്ളത്. അതിൽ വരുന്ന അർദ്ധനാരീശ്വരി വർണ്ണനയിൽ ഉണ്ണിച്ചിരുദേവി ചരിതത്തോടും ഉണ്ണിയച്ചി ചരിതത്തോടും സാമ്യമുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. തിരുനിഴൽ മാലയെക്കുറിച്ച് എം പുരുഷോത്തമൻ നായർ ആദ്യമായി എഴുതിയത് ഭാഷാ സാഹിതിയിലാണ്. തിരുനിഴൽ മാലയെക്കുറിച്ച് എം പുരുഷോത്തമൻ നായർ ആദ്യമായി എഴുതുന്നത് ഏതിലാണ്? ഭാഷാ സാഹിതിയിലാണ്. രാമചരിതം ഭാഷയിൽ എഴുതിയ ക്ലാസിക് കാവ്യവും തിരുനിഴൽമാല അന്നത്തെ സാമാന്യ മലയാളത്തിൽ വിരചിതമായിട്ടുള്ള ഒരു ഗാനകാവ്യവുമാണ് എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? എം പുരുഷോത്തമൻ നായരുടേത് തന്നെയാണ്. മറ്റൊന്ന്, ഒരു കൃതി നോക്കൂ. തിരുനിഴൽമാല ഒരു പഠനം എന്ന കൃതി രചിച്ചിട്ടുള്ളത് ആരാണ്? എൻ അജിത് കുമാറാണ്. തിരുനിഴൽമാല ഒരു പഠനം എന്നുള്ളത് ആരുടെ കൃതിയാണ്? എൻ അജിത് കുമാറിൻ്റെതാണ്. മറ്റൊന്ന്, മാമാങ്കം. ഇതിലുള്ള പരാമർശങ്ങളാണ് ഇനി നോട്ട് ചെയ്ത് വെക്കേണ്ടത്. കൃത്യമായിട്ട് നിങ്ങളത് പഠിക്കേണ്ടതുണ്ട്. മാമാങ്കം, പമ്പാ നദി, പരശുരാമൻ മണിമുറമെറിഞ്ഞ് കേരളത്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു മിത്ത്, ഒരു സ്റ്റോറി നമ്മൾ പുതിയ കേരളോൽപ്പത്തിയിലൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിന് ആ ഒരു മിത്ത്. അതോടൊപ്പം തന്നെ തിരുവഞ്ചിക്കുളം ക്ഷേത്രം, മലനാട്ടിൽ ആദ്യമായി ഭാഷാകവിത തുടങ്ങിയ കുറുമൂർ പള്ളിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തുടങ്ങിയിട്ടുള്ള നിരവധി പരാമർശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. മാമാങ്കത്തെക്കുറിച്ച് ഇത് ഒരു നോട്ട് ചെയ്യേണ്ട. മാമാങ്കത്തെക്കുറിച്ച് പരാമർശമുള്ള കൃതി ഏതാണ്? തിരുനിഴൽമാലയാണ്. പമ്പാ നദിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഈ പറയുന്ന പരശുരാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മിത്തിൻ്റെ പരാമർശമുണ്ട്. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. മലനാട്ടിൽ ആദ്യമായിട്ട് ഭാഷാകവിത തുടങ്ങിയിട്ടുള്ള കുറുമൂർ പള്ളിയെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മറ്റൊന്ന്, തിരുനിഴൽമാല മലയാളത്തിലെ പാട്ടുസാഹിത്യത്തിൻ്റെയും കുലസമൃദ്ധിയുടെയും കുലീനതയുടെയും മനോഹരമായ നിദർശനമായിരിക്കുന്നു എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? സുകുമാർ അഴീക്കോടിൻ്റെതാണ്. മറ്റൊരു അഭിപ്രായം നടുവട്ടത്തിൻ്റെതാണ്. ശൈലിയിൽ കൃഷ്ണഗാഥയുടെ സ്വാധീനം കാണാമെന്ന് അഭിപ്രായപ്പെട്ടുള്ള നടുവട്ടത്തിൻ്റെ അഭിപ്രായമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് തിരുനിഴൽമാല ഒരു തെക്കൻ കൃതിയാണ് എന്നുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്.
തിരുനാൾമാല ഒരു തെക്കൻ കൃതിയാണ് എന്ന് അഭിപ്രായപ്പെട്ടുള്ളത് ആരാണ്? നടുവട്ടമാണ്. മറ്റൊന്ന്, കോക സന്ദേശത്തിന് മുമ്പ് 15-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള കൃതിയാണ് എന്നുള്ളൊരു അഭിപ്രായം കൂടി നടുവട്ടം അവതരിപ്പിക്കുന്നുണ്ട്. കോക സന്ദേശത്തിന് മുമ്പ് 15-ാം നൂറ്റാണ്ടിൽ എഴുതിയിരിക്കുന്ന കൃതിയാണ് ഈ പറയുന്ന ഇത് എന്നുള്ളതും തിരുനാൾമാല എന്നുള്ളൊരു അഭിപ്രായം കൂടി നടുവട്ടത്തിനുണ്ട്. മറ്റൊരു പോയിന്റ് PM വിജയൻ പറഞ്ഞിട്ടുള്ളതാണ്. ശാസനങ്ങളിൽ ആരംഭിച്ച് ലീലാതിലകം വരെ എത്തുന്ന ഭാഷാ സ്വഭാവങ്ങൾക്ക് തെളിവ് നൽകുന്നൊരു കൃതി കൂടിയാണ് ഇതെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പാഠ്യപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടും അതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ കൃതികളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള മേഖലകളൊക്കെ കവർ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട വരികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റഡായി പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും ഈ ക്ലാസ്സിൽ തന്നെ റിവിഷൻ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളത് കേട്ടിട്ട് നോട്ടുകൾ തയ്യാറാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും നല്ലപോലെ പഠിക്കാൻ പറ്റട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മണിപ്രവാളം കവർ ചെയ്യാം. അത് ലൈവായിട്ടായിരിക്കും, സൂമിലായിരിക്കും നമ്മൾ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.